എല്ലാവർക്കും നമസ്കാരം. അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലാ ഘടകവും TVSRCയും ചേർന്ന് നടത്തുന്ന വൈശാഖ മാസ ആചരണത്തിന്റെ ഭാഗമായി നടത്തുന്ന ദേവി ഭാഗവതം സംസ്കൃത മൂലഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണമാണ് ഇന്ന് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി പാരായണം ചെയ്ത് ഈ വേദി ധന്യമാക്കുവാൻ ശ്രീ KS മഹേശ്വരൻ നമ്പൂതിരി അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അദ്വൈത വേദാന്ത മദ്രാസ് സംസ്കൃത കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് അദ്വൈത വേദാന്ത അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. പ്രാർത്ഥയാമോ വയം നമസ്മാൻ പ്രാർത്ഥയാമോ വയം നമസ്മാൻ പുരുഷനൂനം സദ്ഗുണൈരസ്മാകം മാനസം പൂരയൻ നിർമ്മലൈരസ്മാൻ പുരുഷനൂനം ഭേദഭാവം വിനാ ദ്വേഷബുദ്ധിം വിനാ സാമോദം ജീവിതും ചിന്തയിതും സച്ചിദാനന്ദ സ്വരൂപാന്തയാ പരാ സന്തതസ്മാൻ അനുഗ്രഹീശ്വര ഉത്തമ ശിക്ഷണം പ്രാപ്യ സ്വജീവനം സാർത്ഥകം കർത്തും അനുഗ്രഹീശ്വര. ഭ്യോ നമഃ. ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ദേവി ഭാഗവതത്തിന്റെ ക്രമേണയുള്ള വ്യാഖ്യാനം ഒരു ഉപാസന എന്ന വണ്ണം കുറച്ച് ദിവസങ്ങളായിട്ട് ആരംഭിച്ച് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് സജ്ജനങ്ങൾ അനേകം പേര് ഒത്തുചേർന്ന് ഇങ്ങനെ ഒരു പുരാണത്തെ അനുസന്ധാനം ചെയ്യുന്നതിന് ആ രീതിയിൽ ശ്രീ മഹാദേവിയുടെ മാഹാത്മ്യത്തെ അനുസന്ധാനം ചെയ്യുന്നതിന് തയ്യാറായിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ ഒരു അഭിനന്ദനീയമായിട്ടുള്ള വിഷയമാണ്. അത് ശ്രദ്ധിച്ച് ഓരോ ഭാഗവും അനുസന്ധാനം ചെയ്ത് ക്രമേണ ആ പുരാണം അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ദിവസം കൊണ്ട് സാധ്യമായിട്ടുള്ള കാര്യമാണ്. ഓരോ അധ്യായങ്ങളായിട്ട് ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുകയാണെന്ന് മനസ്സിലായി. ഇന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് 6ാമത്തെ സ്കന്ധത്തില് 10 അധ്യായങ്ങൾ, ഒരു ദിവസം 10 അധ്യായം എന്നുള്ള ക്രമത്തിലാണ് പോണത് എന്നുള്ളതുകൊണ്ട് ഇന്ന് 10 അധ്യായങ്ങളാണ് വ്യാഖ്യാനിക്കാനുള്ളത്. അപ്പോ ശ്രീ മഹാദേവിയുടെ കൃപ കൊണ്ട് നമുക്ക് അറിയാൻ കഴിയുന്നിടത്തോളം വിഷയങ്ങൾ ഈ സമയത്തിന്റെ അകത്ത് ചിന്തിക്കാം എന്ന് വിചാരിക്കുകയാണ്. ക്രമേണ നമുക്ക് ഓരോ ശ്ലോകങ്ങളായിട്ട് വായിച്ച് അർത്ഥം പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ഒരു സമയം ഇല്ല. എങ്കിലും പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ വായിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ഈ കഥാസന്ദർഭം വിവരിക്കാൻ ശ്രമിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഷഷ്ഠസ്കന്ധത്തില് ആദ്യത്തെ 10 അധ്യായങ്ങളില്
ഒരേ ഒരു കഥയാണ് വിവരിക്കുന്നത്, വൃത്രാസുരന്റെ കഥ. സൂതസൂത മഹാഭാഗ മിഷ്ടം തേ വചനാമൃതം ന തൃപ്താസ്മോ വയം പീത്വാ ദ്വൈപായനകൃതം ശുഭം പുനസ്ത്വാം പ്രഷ്ടുമിച്ഛാമ കഥാം പൗരാണികീം ശുഭാം വേദേപി കഥിതാം രമ്യാം പ്രസിദ്ധാം പാപനാശിനീം വൃത്രാസുര ഇതി ഖ്യാതോ വീര്യവാൻ ത്വഷ്ടുരാത്മജ സ കഥം നിഹതഃ സംഖ്യേ വാസവേന മഹാത്മന എന്നാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ഋഷിമാര് സൂതപൗരാണികനോട് ചോദിക്കുകയാണ്, അങ്ങയുടെ കഥാകഥന രൂപത്തിലുള്ള വചനാമൃതം കേട്ടിട്ട് ഞങ്ങൾക്ക് തൃപ്തി വന്നിട്ടില്ല. വീണ്ടും അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്? വൃത്രാസുരന്റെ വളരെ വിഖ്യാതമായിരിക്കുന്ന വൈദികവും പൗരാണികവുമായിരിക്കുന്ന ആ കഥ അറിഞ്ഞാൽ കൊള്ളാം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്. ഈ വൃത്രാസുരന്റെ കഥയ്ക്കുള്ള ഒരു പ്രത്യേകത, ഇത് കേവലം പൗരാണികമായ ഒരു കഥ മാത്രമല്ല, ഈ ഒരു ആഖ്യാനം, ഈ ഒരു കഥ വേദത്തിൽ കൂടി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വളരെ പുരാതനമായിരിക്കുന്ന ഒരു കഥയാണ്. ആ കഥയെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് വേദവും പുരാണവും ഒക്കെ ഈ കർമാനുസാരിയായിരിക്കുന്ന സംസാരഗതിയെ വർണ്ണിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാം എന്നുള്ളത് തന്നെയാണ് ഇവിടെ ജിജ്ഞാസിക്കപ്പെടുന്നത്. അതിനനുസരിച്ച് കഥ പറയാൻ തുടങ്ങുകയാണ്. പുത്രാസുരൈതിഖ്യാതോ വീര്യവാൻ ത്വഷ്ടുരാത്മജ, ത്വഷ്ടാവിന്റെ പുത്രനായിരിക്കുന്ന വൃത്രാസുരൻ എന്ന് പേര് കേട്ട അയാള് സ കഥം നിഹത സംഖ്യേ, സംഖ്യം എന്ന് പറഞ്ഞാൽ യുദ്ധം, യുദ്ധത്തിൽ എങ്ങനെയാണ് ഹനിക്കപ്പെട്ടത്, ഇന്ദ്രനാൽ ഹനിക്കപ്പെട്ടത് എങ്ങനെയാണ്, ഇന്ദ്രനും വൃത്രാസുരനും തമ്മിലുള്ള യുദ്ധം വേദത്തിൽ തന്നെ പലതവണ പരാമർശിക്കപ്പെട്ടുള്ളതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ആമുഖം പറയാണ്. പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, വേദത്തിലാവട്ടെ പുരാണത്തിലാവട്ടെ എവിടെയായാലും ശരി, ഈ കഥകള് മുഴുവൻ, ഈ കഥകളെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കഥകൾ നമുക്ക് വായിക്കാൻ ധാരാളം കിട്ടും. അതിലധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ കഥകളെ സമീപിക്കേണ്ടത് ഏത് രീതിയിലാണെന്നുള്ളതാണ്. അതിൽ ആദ്യമേ പറയട്ടെ, ഈ കഥകളെല്ലാം തന്നെ എന്താ പറയേണ്ടത്, ഒരു ചരിത്രമായിട്ട് നമുക്ക് എടുക്കാൻ വയ്യ. അത് സാങ്കേതികമായ ഭാഷയിലൂടെ അല്ലെങ്കിൽ പുരാണത്തിന്റെ ശൈലിയിലൂടെ കാണിക്കുന്ന ഒരു എന്താ പറയേണ്ടത്, ഒരു തത്വത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ആലങ്കാരികമായ ഭാഷയിൽ സിംബോളിക് എന്ന് പറയില്ലേ നമ്മൾ, സിംബോളിക് ആയിട്ടുള്ള ആശയം രീതിയിൽ വർണ്ണിക്കപ്പെടുന്ന രൂപത്തിലാണ് ഓരോ കഥകളും വന്നു ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ യുക്തിചിന്ത നടത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എവിടെയും എത്താൻ പോകുന്നില്ല. കാൽപ്പനികമായ ഭാവനകളിലൂടെയാണ് കഥകൾ ഓരോന്നും പോകുന്നത് എന്നുള്ളത് പറയാണ്ട് വയ്യ. ഇത് ആധുനികമായ ഒരു ചിന്താ വീക്ഷണമല്ല, മറിച്ച് നമ്മളുടെ പ്രാചീന ശാസ്ത്രങ്ങളുടെ പദ്ധതിയിൽ കഥകളെ വീക്ഷിക്കുമ്പോഴും ഈ കഥകളെ ഇഴകീറി പരിശോധിച്ച് അതിൻ്റെ യുക്തിബദ്ധത ഉറപ്പുവരുത്തുന്നതിനുള്ള പരിശ്രമങ്ങളൊന്നും നടത്തി പതിവില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ കഥകൾക്ക് ഒരു പ്രതീകാത്മകത ഉണ്ട് എങ്കിൽ പോലും നമ്മൾ ഓരോ കഥയിലുള്ള ഓരോ കഥാപാത്രങ്ങളെയും ഓരോന്നും എന്തിന്റെ പ്രതിബിംബമാണ്, എന്തിന്റെ പ്രതീകമാണ് എന്നൊന്നും ചിന്തിക്കുക പതിവില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മൊത്തത്തിൽ ആ കഥ മുന്നോട്ട് വെക്കുന്ന ഒരു ചിത്രം എന്താണ്, അത് നമ്മുടെ ലൗകികമായ നൈതികതയ്ക്ക് അനുഗുണമായിട്ട് വരുന്നുണ്ടോ? സാമാന്യ ലോകനീതി അനുസരിച്ച് നമ്മൾ ഒരു കഥ പറയുമ്പോൾ ഒരാളുടെ പക്ഷത്ത് ചേരും, ഇന്നൊരാള് നായകനും മറ്റൊരാള് പ്രതിനായകനും, അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ സാധാരണയായിട്ട് കഥകളെ കാണുന്നത്. അപ്പൊ ഈ നായക പ്രതിനായക ഭാവം ഒക്കെ പൊതുവെ പുരാണ കഥകളിലും എല്ലാത്തിലും ഉണ്ട്. എങ്കിലും നമ്മൾ
പുരാണ കഥകളെ വീക്ഷിക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരാളുടെ പക്ഷം ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ കഥയുടെ തത്വത്തിലേക്ക് കടക്കില്ല. പലപ്പോഴും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ വൃത്രാസുരന്റെ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രന്റെ എതിരാളിയായിട്ട് വരുന്ന ഒരാളാണ് ഈ വൃത്രാസുരൻ. അദ്ദേഹം ഒരു അസുരൻ എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ ചിന്തിക്കുക ആ ഒരു പ്രതിനായകന്റെ പരിവേഷമാണ് അയാൾക്ക് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. അത് ഭാഗവതത്തിലാണെങ്കിലും ശരി, മറ്റുള്ള പുരാണങ്ങളിൽ ആണെങ്കിലും ശരി, ഈ പുരാണം തന്നെ ഒരു പക്ഷം ചേരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ദ്രന്റെ പക്ഷത്ത് നിന്നുകൊണ്ടല്ല പുരാണം കഥ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ നമ്മളും അതേപോലെ തന്നെ നമ്മൾ ഇന്ദ്രന്റെ പക്ഷമോ വൃത്രാസുരന്റെ പക്ഷമോ ഒന്നും ചേരേണ്ടതില്ല. എന്താണ് നടക്കുന്നത്, ആ കഥ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിക്കുന്നതിലൂടെ ഈ സംസാരഗതിയുടെ ഒരു ചിത്രം ഈ ലോകത്ത് വാസ്തവത്തില് നീതി നടപ്പാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതി നടപ്പാവുന്നുണ്ട്. പക്ഷെ നമ്മൾ ധരിക്കുന്ന പോലെയുള്ള ഒരു നടപ്പാവലല്ല അത്. അതായത് നമ്മുടെ മുമ്പില് പലപ്പോഴും ദുഷ്ടന്മാര് സുഖമായിട്ടിരിക്കുന്നതും സജ്ജനങ്ങൾ ദുഃഖിക്കുന്നതും ഒക്കെയാണ് കാണുക. എന്നാൽ ഇതിന്റെ ഒക്കെ ഉള്ളറകളിലുള്ള കർമ്മരഹസ്യം, കർമ്മവും അതിന്റെ ഫലങ്ങളും തമ്മിലുള്ള കാര്യകാരണ ഭാവബന്ധം അതിന്റെ ഉള്ളില് ഇഴചേർന്ന് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് എത്രത്തോളം ഇഴചേർന്ന് കിടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സ്ഥൂലമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ സൽക്കർമ്മങ്ങൾക്ക് ഫലമുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിൽ നമുക്ക് തോന്നിപ്പോകുന്നത്. സൽക്കർമ്മങ്ങൾക്ക് സദ്ഗതിയെ തരിക എന്നുള്ള ഫലം ഇല്ലാഞ്ഞിട്ടല്ല, ദുഷ്കർമ്മങ്ങൾക്ക് ദുഃഖത്തെ കൊടുക്കാനുള്ള സാമർഥ്യം ഇല്ലാണ്ടായിട്ടല്ല. ഇതൊക്കെ അങ്ങനെ തന്നെയാണ്, ഇതിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല. എങ്കിലും നമ്മൾ ധരിക്കുന്നത് പോലെ, പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മുടെ മുമ്പിൽ തന്നെ നടക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണത്? ഈ ബ്രഹ്മാണ്ടത്തില് കർമ്മത്തിന്റെ ഫലം കൊടുക്കുന്നതിനും തരുന്നതിനും വേണ്ടിയുള്ള ഏർപ്പാടുകൾ ഈ മുമ്പിൽ കാണുന്ന ലോകത്ത് മാത്രമൊന്നുമല്ല. എത്രയോ എത്രയോ രഹസ്യങ്ങൾ ഉൾച്ചേർന്നുകൊണ്ടാണ് നമ്മുടെ മുമ്പിലുള്ള ഈ പ്രപഞ്ചം നിലകൊള്ളുന്നത് എന്നുള്ള ആ തത്വചിന്ത അറിയാത്തിടത്തോളം കാലം ഈ പ്രപഞ്ചത്തെ നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ സംസ്കാരം നിലനിൽക്കുന്നത് ഈ കഥകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. നമുക്ക് എത്രയെത്രയോ തത്വചിന്താ ശാസ്ത്രങ്ങളുണ്ട്, ദർശനങ്ങളുണ്ട്. ഇതൊക്കെ വളരെ സൂക്ഷ്മമായതുകൊണ്ടും എത്രയെത്രയോ തത്വചിന്താ മാർഗങ്ങളിലൂടെ, യുക്തിവിചാരത്തിലൂടെ കടന്നു ബൗദ്ധികമായിട്ടുള്ള പ്രക്രിയയിലൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും സാമാന്യ ജനങ്ങളുടെ ഇടയിൽ അത്തരം ചിന്തകൾക്ക് ദാർശനികമായിരിക്കുന്ന ഗ്രന്ഥങ്ങളിലേക്ക് കടന്നു ചെല്ലാനുള്ള അവസരം നമുക്ക് കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് അത്തരം ഗ്രന്ഥങ്ങൾ, വേദാന്താദി ദർശനങ്ങൾ, തർക്കശാസ്ത്രം, മീമാംസാശാസ്ത്രം, വൈശേഷിക ശാസ്ത്രം, സാഖ്യശാസ്ത്രം, ഇങ്ങനെയൊക്കെയുള്ള ശാസ്ത്രശാഖകളുമായി ബന്ധപ്പെട്ട യുക്തിചിന്താപരമായിട്ടുള്ള അനേകം ഗ്രന്ഥങ്ങൾ നമുക്ക് ഉണ്ടായിട്ടും നമുക്ക് അതിലേക്ക് കടന്നു ചെല്ലാൻ ഇനിയും സാധിക്കാത്തത് കൊണ്ടാണ് നമ്മളുടെ മുമ്പിൽ ഈ പുരാണ കഥകൾ എന്ന് പറയുന്ന ഒരു കണക്കിന് കെട്ടുകഥകളായിട്ട് ഒരു മാറ്റിവെക്കേണ്ടുന്ന ഗ്രന്ഥങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നമുക്കിതിന്റെ യുക്തിഭദ്രത, നമ്മുടെ പ്രാചീനന്മാരായിട്ടുള്ള ആചാര്യന്മാർ നടത്തിയിട്ടുള്ള യുക്തിചിന്താ മാർഗം നമ്മളുടെ മുമ്പിൽ തുറന്നു വരാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പുരാണ കഥകളെ മാത്രം സമാശ്രയിക്കേണ്ടി വരുന്നത്. അതൊരു ന്യൂനതയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ന്യൂനതയായിട്ട് തോന്നിയേക്കാം. കാരണം നമ്മൾ ഈ കഥകളെ മാത്രം സമീപിക്കുന്ന പക്ഷം നമുക്ക് വേണ്ടത്ര ഒരു തൃപ്തി വരാൻ വിഷമാണ്. അതേസമയം ഈ ശാസ്ത്രഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷം ഈ കഥകളെ വീക്ഷിക്കുകയാണെങ്കിലോ ഇതൊക്കെ ഇതിന്റെ ആ കഥകളുടെയൊക്കെ തലങ്ങൾ നമുക്ക് പലതരത്തില് നമ്മളുടെ ഉള്ളില് എന്താ പറയാ അനാവരണം ചെയ്യപ്പെടും. അങ്ങനെ അനാവരണം ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഈ സംസ്കാരത്തിന്റെ അടിത്തറ എത്രത്തോളം സുദൃഢമാണ് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ എന്നുള്ളത് ഒരു 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 പൂർവ്വപീഠികയായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കഥയിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഓർമ്മിക്കണം എന്നർത്ഥം. ഈ കഥകളെ മാത്രം അവലംബിച്ചുകൊണ്ടല്ല നമ്മുടെ ഈ
ആരുഷ ചിന്താ പ്രസ്ഥാനങ്ങളൊക്കെ നിലനിൽക്കുന്നത്. കഥകൾ എന്ന് പറയുന്നത് ഏറ്റവും അതിന്റെ ഉപരിപ്ലവമായിട്ടുള്ള അംശങ്ങളാണ്. അത് മനസ്സിലാക്കേണ്ട രീതിയിൽ എങ്ങനെ മനസ്സിലാക്കാം എന്ന് പോലും ഒരു ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു പ്രതീകാത്മകമാണ് കഥകൾ. ഇപ്പോ കഥകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ വിഷ്ണു വഞ്ചിക്കുന്ന ഒരാൾക്ക് കൂട്ടുനിൽക്കുന്നതായിട്ട് ചിലപ്പോൾ കാണാം. പരമശിവൻ വിഷ്ണുവിനോട് കലഹിക്കുന്നതായിട്ട് കാണാം. വിഷ്ണു പരമശിവനെ തോൽപ്പിക്കുന്നതായിട്ട് കാണാം. ഇതിനൊക്കെ എന്താ അർത്ഥം? പലപ്പോഴും സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നാറില്ലേ? തീർച്ചയായിട്ടും തോന്നാറുണ്ട്. തോന്നാത്തവരാരുമില്ല. ശ്രദ്ധിക്കണം. അപ്പോ ഇതൊന്നും നോക്കൂ, തത്വചിന്താ ശാസ്ത്രങ്ങളുടെ ദൃഷ്ടിയിൽ ഈശ്വരന്മാര് അങ്ങനെ ഒന്നുമില്ല. ഒരു ഈശ്വരനെ ലോകത്തിന് വയ്ക്കൂ, ഈശ്വരന്മാര് അങ്ങനെ വയ്യ. ശ്രദ്ധിക്കുക, ഈശ്വരന്മാരില്ല, ഒരു ഈശ്വരനേ ഉള്ളൂ. അപ്പൊ ഈശ്വരന്മാരായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ഉദ്ദേശിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള ആഖ്യാനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കൂ, നമ്മൾ ചാക്യാർ കൂത്തില് കേൾക്കുന്ന സമയത്ത് ഈ ഈശ്വര ഭാവങ്ങള്, നമ്മൾ ആരാധിക്കുന്ന ഈശ്വരന്മാരെ തന്നെ പരിഹാസത്തോടുകൂടി ഒരു നർമ്മം ഉണ്ടാക്കുന്നതിന്, ഒരു ഹാസ്യം ഉണ്ടാക്കുന്നതിന്, ചിരിക്കുന്നതിന് വേണ്ടിയിട്ട് പരിഹാസത്തോടു കൂടി അവതരിപ്പിക്കാറുണ്ട്. ഈ അവതരണം നമുക്ക് ആ കലയുടെ മർമ്മം അറിയുന്നവർക്ക് അത് നമ്മളെ അലോസരപ്പെടുത്താറില്ല. കലയുടെ മർമ്മം അറിയുന്നവർക്ക് പരമശിവനെ പരിഹസിക്കുന്നതും മഹാവിഷ്ണുവിനെ പരിഹസിക്കുന്നതും ഒന്നും നമ്മളെ അലോസരപ്പെടുത്താറില്ല. എന്താ കാരണം? നമുക്ക് കലയുടെ മർമ്മം നമ്മളുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ ആ കലയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാനെ പോലും എടുത്തുകൊണ്ട് ഭഗവാൻ നമ്മൾ ആരാധിക്കുന്ന മൂർത്തികളെ പോലും എടുത്തുകൊണ്ട് പരിഹസിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. അതൊരു തെറ്റല്ല. നമ്മൾ അതിന്റെ തലങ്ങൾ വേറെയാണെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇത് പരിഹസിക്കാൻ വേണ്ടി പറയുന്നതല്ല, അങ്ങനെ ഒരു ആഖ്യാനം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ താല്പര്യം അവിടെയല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സ് അലോസരപ്പെടാതെ ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. അതായത് വിഷ്ണു ശിവനെ ദ്വേഷിച്ചു, വിഷ്ണു ഒരു വഞ്ചനയ്ക്ക് കൂട്ടുനിന്നു. അത് കാണാം, ഈ വൃത്രാസുരന്റെ കഥയിൽ കാണാം. അത് ഭഗവാൻ മഹാവിഷ്ണു വഞ്ചനയ്ക്ക് കൂട്ടുന്നതായിട്ട് കാണാം. ആ വൃത്രാസുരനെ ചതിച്ചു കൊല്ലുന്നതിന് വേണ്ടി ഇന്ദ്രന്റെ പക്ഷം ചേർന്ന് മഹാവിഷ്ണു എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് ഈ കഥയിൽ കാണാം. ഉടനെ നമ്മൾ അയ്യോ, മഹാവിഷ്ണു ഇത്തരക്കാരനാണോ എന്ന് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കഥയെ ഉൾക്കൊള്ളാനുള്ള കലാപരമായിട്ടുള്ള പക്വത വന്നിട്ടില്ല എന്നർത്ഥമാണ്. കഥ എന്ന് പറയുന്നത് ആലങ്കാരികമായിട്ടുള്ള ഒരു അവതരണമാണ് എന്ന് ധരിക്കാത്തിടത്തോളം കാലം നിങ്ങൾ എത്ര കാലം പുരാണം കേട്ടു കഴിഞ്ഞാലും അതിനെ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കില്ല. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ പൊതുവേയുള്ള ഈ സംസാരഗതിയെ വർണ്ണിക്കുന്നതിന് വേണ്ടി ഭഗവാനായിക്കഴിഞ്ഞാൽ പോലും കർമ്മഫലങ്ങൾക്ക് അതീതന്മാരല്ല, തൻ്റെ സ്വകീയന്മാരെ സഹായിക്കുക എന്നുള്ള സ്വഭാവത്തോടു കൂടിയവരാണ് എന്നിങ്ങനെ വർണ്ണിച്ചുകൊണ്ട് സംസാരഗതിയെ കാണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ സത്യം അതല്ല. ഭഗവാൻ ഗീതയിൽ പറയുന്നത് നമേ ദ്വേഷ്യോസ്തി ന പ്രിയ നാദത്തെ കസ്യചിത് പാപം നചൈവ സുകൃതം വിഭു. ആരുടെയും പാപത്തെ ഞാൻ സ്വീകരിക്കുന്നില്ല, ആരുടെയും പുണ്യത്തെ ഞാൻ സ്വീകരിക്കണില്ല. നമേ ദ്വേഷ്യോസ്തി, എനിക്ക് ദ്വേഷ്യനായിട്ട് ആരുമില്ല, എനിക്ക് പ്രിയനായിട്ട് ആരുമില്ല. ഇതാണ് വസ്തുസ്ഥിതി. എനിക്ക് കാരുണ്യമില്ല, എനിക്ക് വിദ്വേഷമില്ല. എന്നിരിക്കെ ഇങ്ങനെയാണ് ഈശ്വര സ്വരൂപത്തെ വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ മനസ്സിലാക്കൽ മറ്റൊന്ന്, കഥയുടെ ഭാഗമായിട്ടുള്ള അവതരണം മറ്റൊന്ന്. ഇത് ധരിക്കാതെ കണ്ട് ആരും കഥകള് ആസ്വദിക്കാൻ പുറപ്പെടരുത്. അങ്ങനെ പുറപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു വഴിയിലേക്ക് ഒരു പക്ഷേ മാറിപ്പോയേക്കാം എന്ന് പോലും ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇത് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോ വാസ്തവം അങ്ങനെയാണെങ്കിലും ഒരു കഥയുടെ ഭാഗമായിട്ട്, അതിനാണ് ഞാൻ ചാക്യാർ കൂത്ത് ഉദാഹരിച്ചത്. ആ കൂത്ത് എന്ന് പറയുന്ന കലാരൂപത്തിന്റെ ഭാഗമായിട്ട് ഭഗവാനെ പോലും അപഹാസ്യനായിട്ട് കാണിക്കാനുള്ള അധികാരം നമ്മൾ എങ്ങനെ നേടിയോ, അല്ലെങ്കിൽ ആ അധികാരം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നുവോ, അതേപോലെ ആ കഥയുടെ ഭാഗമായിട്ട് ഭഗവാൻ പോലും കർമ്മഫലത്തിന്
അതീതനല്ല എന്ന് കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ഭഗവാൻ കർമ്മഫലത്തിന് അതീതനാണ്. കർമ്മഫലത്തിന് അതീതനല്ലെങ്കിൽ അദ്ദേഹം ഭഗവാനല്ല. രാഗദ്വേഷാദികൾ ഉള്ളവനാണെങ്കിൽ അദ്ദേഹം ഭഗവാനല്ല. ഈശ്വരൻ എന്നുള്ള പദവിയെ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ സത്യം. ശാസ്ത്രീയമായ സത്യം അതായിരിക്കെ കൂടെ ആ ഭഗവാനെ പോലും, ഭഗവാൻ എന്ന പേരിൽ നമ്മൾ പറയുന്ന നാമധേയങ്ങൾ പോലും എടുത്തിട്ട് വിഷ്ണു എന്നും പരമശിവനെന്നും ദേവി എന്നും അങ്ങനെയൊക്കെ അല്ലേ, അങ്ങനെയുള്ള നാമധേയങ്ങൾ പോലും എടുത്തിട്ട് നമ്മൾ ആ സംസാരത്തിന്റെ ഗതിയെ കാണിക്കുക എന്നുള്ളതാണ്. നോക്കൂ, അതുകൊണ്ട് തത്വം അല്ല ഇവിടെ ചിന്തിക്കുന്നത്. തത്വം മറ്റൊന്നായിരിക്കെ കൂടെ ഈ പേരുകളൊക്കെ എടുത്തുകൊണ്ട് വർണ്ണിക്കാനുള്ള അധികാരം ഋഷിമാര് ഉണ്ട്. നമുക്കത് ആസ്വദിക്കാനും കഴിയും. ആ തലത്തിൽ അതിനെ വീക്ഷിക്കുകയാണെങ്കിൽ അതിനെ ആസ്വദിക്കാൻ കഴിയും. അപ്പൊ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ കഥ മാത്രമല്ല ഏത് കഥയെയും മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ഇത് മനസ്സിൽ വെക്കാതെ കണ്ട് നിങ്ങൾ കഥയെ സമീപിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ നീതിക്ക് നിരക്കുന്ന തരത്തിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. സാധാരണമായ ലോകനീതി അങ്ങനൊന്നുണ്ടല്ലോ, ഒരു സത്യത്തിന്റെ പക്ഷം ജയിക്കുക, അത് നമുക്ക് ലോകത്ത് ആവശ്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ധർമ്മമാർഗത്തിൽ നിൽക്കാൻ നമുക്ക് എന്താ പറയാ, ശ്രദ്ധയില്ലാണ്ടായി പോകും. അതുകൊണ്ട് സത്യം ജയിക്കുന്നത് കാണുന്നത് നമുക്ക് വളരെ ഹർഷമുണ്ടാക്കുന്ന ഒന്നാണ്. ഇവിടെ നോക്കുക, ഇനി കഥയിലേക്ക് കിടക്കുകയാണ്. ഞാൻ കൂടുതൽ ഉപക്രമം ചെയ്യണില്ല, കാരണം ഇവിടെ 6 അധ്യായങ്ങളിൽ 10 അധ്യായങ്ങളിലായിട്ട് വർണ്ണിക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു. ഈ വൃത്രാസുരന്റെ ചരിതം ഇതാണ് വർണ്ണിക്കുന്നത്. അതില് ഇത് എൻ്റെ ഒരു വാക്കുകളായിട്ട് മാത്രം നിങ്ങൾ എടുക്കരുത്. ഈ പുരാണത്തിൽ തന്നെ, ഈ ദേവി ഭാഗവതം തന്നെ ആ കഥയെ അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ്. ത്വഷ്ടാവൈ സുരപക്ഷീയ തത്പുത്രോ ബലവത്തര ശക്രേണ ഘാതിത കസ്മാൽ ബ്രഹ്മയോനിർ മഹാബല ദേവാ സത്വഗുണോത്പന്ന. നോക്കൂ, ഈ ത്വഷ്ടാവിന്റെ മകനായിരിക്കുന്ന മഹാനായിരിക്കുന്ന ഈ വൃത്രൻ എന്ന് പറയുന്ന ആള് എങ്ങനെയാണ് ഇന്ദ്രനാൽ ചതിക്കപ്പെട്ടത്? ഇന്ദ്രൻ മുതലായിട്ടുള്ള ആൾക്കാര് ദേവന്മാരാണ്. ദേവാ സത്വഗുണോത്പന്ന മാനുഷ രാജസാസ്മൃത തിര്യഞ്ചസ്താമസാ പ്രോക്ത പുരാണ ആഗമവാദിഭി. പുരാണങ്ങളും വേദങ്ങളും ഒക്കെ ദേവന്മാരെ സാത്വികന്മാരായിട്ടും മനുഷ്യന്മാരെ രാജസന്മാരായിട്ടും തിര്യക്കുകളെ പശുപക്ഷി മുതലായവയെ താമസ ജീവന്മാരായിട്ടുമാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കെ വിരോധോത്ര മഹാൻ ഭാതി, വളരെ വിരുദ്ധമായിരിക്കുന്നുവല്ലോ ഈ ചരിത്രം എന്ന് പറയാണ്. നൂനം ശതമഖേന ഛലേന ബലവാൻ പുത്ര ശക്രേണ വിനിപാതിത. ഈ സാത്വികന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ദേവേന്ദ്രൻ എങ്ങനെയാണ് ഈ വഞ്ചനയിലൂടെ ഈ വൃത്രനെ വധിക്കാൻ പുറപ്പെട്ടത്? ഇത് വളരെ വിരുദ്ധമായിട്ട് തോന്നുന്നുവല്ലോ എന്നത് ആ വൈരുദ്ധ്യം ഋഷിമാര് ആ പുരാണത്തിന്റെ ഭാഗമായിട്ട് കാണിക്കാതിരുന്നിട്ടില്ല. അവരെ പക്ഷപാതം കാണിക്കുന്നില്ല, ശ്രദ്ധിക്കണം. ഇവിടെ ഇന്ദ്രനെ യോഗ്യനാക്കാൻ മെനക്കെടുന്നില്ല. ഇന്ദ്രനാവട്ടെ മഹാവിഷ്ണു തന്നെ ആവട്ടെ ദോഷം ചെയ്താൽ ദോഷമാണ് എന്ന് കാണിക്കാനുള്ള ധൈര്യം പുരാണം ചമച്ച ഋഷി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട വിഷയം. അത് മഹാവിഷ്ണുവിനെ പോലും എടുത്തുകൊണ്ട് ആ കഥാപാത്രമാക്കി എടുത്തുകൊണ്ട് അങ്ങനെ അവതരിപ്പിക്കാൻ മടി കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് അതിലത്തെ ശ്രദ്ധേയമായിട്ടുള്ള വിഷയം. നോക്കൂ, വിഷ്ണു പ്രേരയിതാ തത്ര സതു സത്വധര പര പ്രവിഷ്ട പവിമധ്യേ സ ഛദ്മനാ ഭഗവാൻ വിഭു. വൃത്രനെ വധിക്കാൻ വേണ്ടി ഇന്ദ്രൻ തുനിഞ്ഞപ്പോൾ ഇന്ദ്രന്റെ വജ്രായുധത്തിനകത്ത് സന്നിവേശിച്ചു വിഷ്ണു അതിന് കൂട്ടുനിന്നു. വിഷ്ണു പ്രേരയിതാ തത്ര. വൃത്രനെ വധിക്കാൻ വേണ്ടിയിട്ട്, വൃത്രൻ എന്ന് പറയുന്ന ആള് മഹാത്മാവായിട്ടാണ് അതിൽ കാണിക്കപ്പെടുന്നത്. അങ്ങനെ മഹാത്മാവായിട്ടുള്ള വൃത്രനെ വധിക്കാൻ വേണ്ടി സാക്ഷാത് മഹാവിഷ്ണു പ്രേരണ കൊടുത്തു എന്ന് മാത്രമല്ല, തൻ്റെ ശക്തി കൊണ്ട് ആ ഇന്ദ്രന്റെ വജ്രായുധത്തിനകത്ത് കടന്നു നിന്ന് വൃത്രനെ വധിക്കാൻ വേണ്ടി വേണ്ട ഒരു സൗകര്യം ചെയ്തു കൊടുത്തു എന്നുള്ളത് അതിനേക്കാൾ വിചിത്രമായിട്ട് തോന്നുന്നു. സന്ധിം വിധായ സ ഹ്യേവം മന്ത്രിതോസൗ മഹാബല
ഹരിഭ്യാം സത്യമുത്സൃജ്യ ജലഭേനേന ശാതിത കൃതമിന്ദ്രേണ ഹരിണ കിമേതത് സൂത സാഹസം മഹാന്തോപി ച മോഹേന വഞ്ചിത പാപബുദ്ധയ. മഹാന്മാർ പോലും മായ കൊണ്ട് അധീനന്മാരായിരിക്കുന്നവരെ ഇന്നതേ ചെയ്യുള്ളൂ എന്നുള്ളതിന് കണക്കില്ല എന്ന് കാണിക്കുകയാണ് ഈ കഥയുടെ ഉദ്ദേശം. ബാക്കിയൊക്കെ കഥയും കഥാപാത്രങ്ങളുമാണ് എന്ന് ധരിച്ചോളണം എന്ന് തുടക്കത്തിൽ തന്നെ ആ പുരാണം സൂചിപ്പിക്കേണ്ടത് നമ്മളെ വഴി കാണിക്കുന്നുണ്ട്. അത് മഹാവിഷ്ണു എന്ന് പറഞ്ഞിടത്തൊന്നും താല്പര്യമില്ല എന്ന് മനസ്സിലാക്കണം. മഹാവിഷ്ണു ഇങ്ങനെ ചെയ്യോ എന്ന് കുട്ടികളെ പോലെ നമ്മൾ ചിന്തിക്കരുത്. ഇവിടെ മഹാവിഷ്ണു എന്നൊക്കെ പറയുന്നത് ഓരോ കഥാപാത്രങ്ങൾ അത്രയേ ഉള്ളൂ. ഭഗവാൻ ഇത്തരക്കാരനാണോ, ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. ശാസ്ത്രത്തിൽ പറയുന്ന പരമേശ്വരൻ എന്ന പദവിയിൽ ഇരുത്തിക്കൊണ്ടല്ല ഇവിടെ വിഷ്ണുവിനെയും ശിവനെയും ഒന്നും കഥാപാത്രങ്ങളാക്കുന്നത്. ശ്രദ്ധിക്കണം. കഥാപാത്രങ്ങളുടെ പരിവേഷത്തിൽ വരുമ്പോ അവരൊന്നും സാക്ഷാൽ നിർഗുണ ബ്രഹ്മഭാവത്തിലുള്ള പരമേശ്വരന്റെ പദവിയിൽ ഇരുത്തിക്കൊണ്ടല്ല അവരെ കഥയുടെ ഭാഗമാക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. അത്രയേ ഉള്ളൂ. അപ്പോ ഈ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പുരാണം നമുക്ക് ആ കഥയിലേക്ക് നമ്മളെ കടത്തുന്നത്. ഇനി തുടങ്ങുകയാണ് കഥ. സൂത ഉവാച ശൃണ്വന്തു മുനയോ വൃത്തം വൃത്രാസുരവധാശ്രയം യഥേന്ദ്രേണ ച സംപ്രാപ്തം ദുഃഖം ഹത്യാസമുദ്ഭവം ഏവമേവ പുരാ പൃഷ്ടോ വ്യാസ സത്യവതീസുത പാരീക്ഷിതേന രാജ്ഞാപി സ യദാഹ തദ്ബ്രുവേ യദാഹ ച തദ്ബ്രുവേ. ഇതേ ചോദ്യം പണ്ട് പരീക്ഷിത്ത് ചോദിച്ചിട്ടുണ്ട്. അതിന് ശ്രീശുക ബ്രഹ്മർഷി ഈ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഭാഗവതത്തിൽ നമുക്ക് ആ കഥ കാണാം. അതെങ്ങനെയാണോ പരീക്ഷത്തിന് ഉത്തരമായിട്ട് ശ്രീശുക ബ്രഹ്മർഷി ആ കഥ പറഞ്ഞു കൊടുത്തത്, അതേപോലെ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. ജനമേജയൻ ചോദിക്കണു. അതിന്റെ മറുപടിയായിട്ട് വ്യാസനാണ് ഇവിടെ കഥ പറയുന്നത്. കഥ പറയാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിച്ച ആളെ ശ്ലാഘിച്ചുകൊണ്ടാണ് കഥ പറയാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് കഥയുടെ അവതരണത്തിന്റെ രീതി അങ്ങനെയാണ്. വിഷ്ണു സദൈവ കപടേന ജഘാന ദൈത്യാൻ സത്വാത്മമൂർത്തിരപി മോഹമവാപ്യ കാമം ഓന്യോസ്തി താം ഭഗവതീം മനസാപി ജേതും ശക്ത സമസ്തജനമോഹകരീം ഭവാനീം എന്ന് വ്യാസന്റെ ഒരു കമന്റാണ്. എന്താണ്? വിഷ്ണു ആവട്ടെ, ഭഗവാൻ വിഷ്ണു പോലും കപടമാർഗത്തെ ആശ്രയിച്ചുകൊണ്ട് ദൈത്യന്മാരെ ഹനിച്ചിരിക്കുന്നു. അതിന് മടി കാണിച്ചിട്ടില്ല. എന്താ കാരണം? ഓന്യോസ്തി താം ഭഗവതീം മനസാപി ജേതും ശക്ത. അതുകൊണ്ട് ആ മായയെ മനസ്സുകൊണ്ട് പോലും ജയിക്കാൻ ഭഗവാൻ വിഷ്ണു പോലും ശക്തനാവുന്നില്ല എന്നാണ്. എന്ന് വെച്ചാൽ അതിന് ആ പറയുന്ന പോലെ വാച്യാർത്ഥം ഉണ്ടെന്ന് ധരിക്കരുത്. ശ്രദ്ധിക്കണം. ഭഗവാൻ എന്ന് പറഞ്ഞാൽ മായയെ ജയിച്ചവനെ മാത്രമേ നമുക്ക് ഭഗവാൻ എന്ന് പറയാൻ പറ്റൂ. എങ്കിലും ഈ പുരാണത്തിന്റെ ഭാഷയിൽ ഭഗവാൻ എന്ന് പറയുമ്പോൾ കഥയുടെ ഭാഗമാണ്. അപ്പോ ഈ പുരാണം, ഈ ദേവി ഭാഗവതം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ദേവിയുടെ മാഹാത്മ്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ദേവി എന്ന് വെച്ചാൽ എന്താണ്? ഈ ജഗത്തിനെ, ഈ മിഥ്യയായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ആ ഒരു ശക്തിക്കാണ് മായ എന്ന് പറയുന്നത്. ആ മായയെ തന്നെ ഒരു ചേതനമായിരിക്കുന്ന ദേവിയായിട്ട് നമ്മൾ ഉപാസിക്കുന്ന ഒരു പദ്ധതി നമുക്കുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മായാദേവി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ മായയ്ക്ക് മോഹിതന്മാരായി കഴിഞ്ഞാൽ ഇന്നതേ സംഭവിക്കുള്ളൂ എന്നില്ല എന്ന് കാണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഭഗവാനെ പോലും അതിലൊരു കഥാപാത്രമാക്കി എടുക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതാണ് ഈ പറയുന്നത്. മത്സ്യാദിയോനിഷു സഹസ്രയുഗേഷു സദ്യ സാക്ഷാത് ഭവത്യപി യഥോ വിനിയോജിതോത്ര നാരായണോ നരസഖോ ഭഗവാൻ അനന്ത കാര്യം കരോതി വിഹിതാവിഹിതം കദാചിത് എന്നാണ്. ഈ 10 അവതാരങ്ങൾ എടുത്ത് ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവതരിച്ചിട്ടുള്ള ഭഗവാനാണെങ്കിൽ പോലും ചില സമയത്ത് ഈ ഇന്നതേ ചെയ്യുള്ളൂ എന്നില്ല. ചിലപ്പോ നിഷിദ്ധവും വിഹിതവും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ശരിയാണോ ഈ പറയുന്നത്? ശാസ്ത്രസത്യമല്ല ഇത്. ശ്രദ്ധിക്കണം, ഇതൊരു ശാസ്ത്ര സത്യമല്ല. കാരണം ഭഗവാന് വിധിയും നിഷേധവും ഇല്ല. വിധിയും നിഷേധവും ഉണ്ടെങ്കിൽ ആ ആള് ഭഗവാനല്ല. എങ്കിൽ പോലും ഭഗവാനെ ഒരു മനുഷ്യനെ പോലെ ചിത്രീകരിച്ച്, അങ്ങനെയല്ലേ നമുക്ക് ഈ സംസാരഗതിയെ കാണിച്ചു തരിക എന്നുള്ളതാണ്. ഭഗവാനെ പോലും മനുഷ്യനെ പോലെ ചിത്രീകരിച്ച്, ഒരു രാജാവിനെ പോലെ ചിത്രീകരിച്ച്, രാജാക്കന്മാരെങ്ങനെയാണ്? ധർമ്മത്തെ പരിപാലിക്കേണ്ടവരാണ് എങ്കിൽ പോലും അവർക്ക് രാഗദ്വേഷങ്ങളുണ്ട്. അതിനനുസരിച്ച് അവര് സ്വകീയന്മാർക്ക് വേണ്ട അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കും.
സ്വകീയന്മാരല്ലാത്തവരെ പരിഗണിക്കാണ്ടിരിക്കും. ഇതൊക്കെ ഇന്നും നമ്മൾ കാണുന്നതാണ്. എന്നതുപോലെ തന്നെ ഭഗവാൻ പോലും അങ്ങനെയാണ് എന്ന് കാണിക്കുന്നതിലൂടെ എന്താ പറയണത്? ഭഗവാൻ അങ്ങനെയാണെന്നുള്ള ശാസ്ത്ര സത്യം പറയല്ല, അത് ശാസ്ത്രവിരുദ്ധമാണ്. എങ്കിൽ പോലും അർത്ഥവാദം എന്നാണ് അതിന് പറയാം. അങ്ങനെയല്ല എങ്കിൽ പോലും അങ്ങനെയാണ് എന്ന് കാണിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയം, അതിന്റെ സൂക്ഷ്മമായിട്ടുള്ള ഈ രഹസ്യം, ഈ മായയെ ജയിക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മായയെ ജയിക്കാത്തിടത്തോളം കാലം നമുക്ക് ഈ ലോകത്തെ പൂർണ്ണമായിട്ടും നിർവചിക്കാൻ വിഷമാണ്. നമ്മൾ ധരിക്കുന്നത് പോലെയുള്ള, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള നീതിയൊക്കെ ഇവിടെ നടപ്പാവൂ എന്നുള്ളത് സംശയമാണ്. ഭഗവാന്റെ നീതി നടപ്പാക്കുന്ന മാർഗം മറ്റൊന്നാണ്. നമ്മൾ ധരിക്കുന്ന പോലെ സ്ഥൂലമായിട്ട് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് കാണിച്ചുകൊണ്ട് ഈ സംസാരഗതിയില് വൈരാഗ്യത്തെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് മോക്ഷമാർഗത്തെ കാണിക്കുക എന്നുള്ളത് തന്നെയാണ് പുരാണ കഥകളുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയാണ്ട് വയ്യ. ത്വഷ്ടാ പ്രജാപതിർഹ്യാസീത് ദേവശ്രേഷ്ഠോ മഹാതപാ ദേവാനാം കാര്യകർത്താ ച നിപുണോ ബ്രാഹ്മണപ്രിയ. ത്വഷ്ടാവ് എന്ന് പറയുന്ന ഒരു പ്രജാപതി അസുരന്മാരുടെ ഇടയിലുണ്ടായിരുന്നു. വലിയ തപസ്വിയായിരുന്നു, ദേവന്മാരുടെ കാര്യകർത്താവായിരുന്നു, ബ്രാഹ്മണപ്രിയനായിരുന്നു. അങ്ങനെയുള്ള ആൾക്ക്, ആ പ്രജാപതിക്ക്, ത്വഷ്ടാവിന് ഒരു പുത്രൻ ഉണ്ടായി. സപുത്രം വൈ ത്രിശിരസം ഇന്ദ്രദ്വേഷാത് കില അസൃജൽ. ആ ഇന്ദ്രനോട് ദ്വേഷമുണ്ടായി എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഈ ത്വഷ്ടാവിന്. ഇപ്പൊ ഈ കഥയിൽ വരുന്ന ഒരു കഥാപാത്രവും പൂർണ്ണമായിട്ടും ഒരു സജ്ജനമാണെന്ന് പറയുകയില്ല. അതാണ് ഒരു പ്രത്യേകത. ഈ ത്വഷ്ടാവ് എല്ലാവർക്കും പലതരത്തിലുള്ള ചില യോഗ്യതകളുണ്ട്. എല്ലാവരും തപസ്വികളാണ്. നോക്കൂ, പുരാണങ്ങളുടെ ആഖ്യാനങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ അസുരന്മാര് എന്ന് പറയുന്ന ആൾക്കാരും തപസ്വികളാണ്, ശക്തന്മാരാണ് അവര്. ആർക്കും രാഗദ്വേഷങ്ങൾ ഒഴിഞ്ഞവരായിട്ട് ആരെയും കാണാൻ കഴിയില്ല. അതാണ് പുരാണത്തിന്റെ ഒരു പ്രത്യേകത. ചില ഋഷിമാരെ ഇടയിൽ കാണിക്കും അല്ലാതെ മിക്കവാറും എല്ലാവരും തന്നെ രാഗദ്വേഷങ്ങളോട് കൂടിയിട്ടുള്ള യുദ്ധപ്രിയന്മാരും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിട്ടാണ് കാണുന്നത്. സംസാരത്തിന്റെ ഒരു സ്വഭാവം കാണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, വേറൊന്നുമില്ല. ഇവിടെ ത്വഷ്ടാവ് എന്ന് പറയുന്ന ഒരാൾ പ്രജാപതിയാണ്, മഹാനാണ്, അതിശക്തനാണ്. അദ്ദേഹം ദേവന്മാരുടെ അനുകൂലം പ്രവർത്തി ചെയ്യുന്ന ആളാണ്. എങ്കിൽ പോലും ഇന്ദ്രന്റെ വൈരിയാണ്. അപ്പൊ ആ ഇന്ദ്രനോടുള്ള ദ്വേഷം കൊണ്ട് വിശ്വരൂപൻ എന്ന് പറയുന്ന ഒരാളെ, ത്രിശിരസ്സായിട്ടുള്ള ഒരാളെ, അത്യന്തം യോഗ്യനായിട്ടുള്ള ഒരാളെ സൃഷ്ടിച്ചു, ജനിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് ത്രിശിരസ്, വിശ്വരൂപൻ എന്നാണ് പേര്, അത്യന്ത മഹാതപസ്വിയായിട്ടുള്ള ഒരാളെ ജനിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈ ത്രിശിരസ് എന്താണ് ചെയ്തത്? ഈ കഥ ചുരുക്കത്തിൽ ഞാൻ ഒരു 15 മിനിറ്റ് കൊണ്ട് പറയാം. അത് പറയാണ്ടെങ്കിൽ ബാക്കിയൊന്നും പറയണേന്ന് അർത്ഥമില്ല. ഈ 10 അധ്യായങ്ങളിലെ ചുരുക്കത്തിൽ എന്താണുള്ളതെന്ന് പറയേണ്ട വയ്യല്ലോ. അതിനുവേണ്ടി പറയാണ്, ഈ വിശ്വരൂപൻ എന്ന് പറയുന്ന ആ 3 തലയോട് കൂടിയിട്ടുള്ള ആ മഹാത്മാവ് ജന്മനാ തന്നെ വലിയ തപസ്വിയാണ്. നിരാഹാരോജിതാത്മാസോ ത്യക്ത സർവപരിഗ്രഹ തപശ്ചചാര മേധാവി ദുഷ്കരം മന്ദബുദ്ധിഭി. സാധാരണക്കാരെ കൊണ്ട് പറ്റാത്ത മഹാതപസ്സിനെ അദ്ദേഹം അനുഷ്ഠിച്ചു. അങ്ങനെയുള്ള സ്വാഭാവികമായിട്ടും ഈ ഒരാള് വലിയ തപസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഇന്ദ്രന് ഇരിക്കപ്പുറത്തില്ലാണ്ടാവും. ഇന്ദ്രൻ അയാളുടെ തപസ് മുടക്കാൻ വേണ്ടി ഈ സ്വാഭാവികമായിട്ട് നമ്മൾ മറ്റു കഥകളിലൊക്കെ കേൾക്കണ പോലെ ഈ അപ്സരസുകളെ, സ്ത്രീകളെ അയക്കുക എന്നുള്ളതാണ് ഇന്ദ്രന്റെ ഒരു രീതി. വിവർദ്ധമാന സ്ത്രീശിര മാമയം ശാതയിഷ്യതി. ഇയാള് ഇങ്ങനെ ഈ തപസ് തുടർന്നു കഴിഞ്ഞാൽ എന്റെ പദവി നഷ്ടമാവും എന്ന് പരിഭ്രമിച്ച ഇന്ദ്രൻ ഏതെങ്കിലും ഒരു ഉപായം ആശ്രയിച്ചുകൊണ്ട് ഇയാളുടെ തപസ് മുടക്കണം എന്ന് ഉദ്ദേശിച്ച് അപ്സരസുകളെ അയച്ചു എന്നാണ് പറയുന്നത്. സാധാരണ മറ്റു കഥകളിലൊക്കെ ഈ അപ്സരസ് വന്ന് ഈ തപസ് മുടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഈ ചരിത്രത്തിൽ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ 2 തപസ്വികളെ കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ തപസ്വിയാണ് ഈ പ്രജാപതിയുടെ പുത്രനായിരിക്കുന്ന വിശ്വരൂപൻ. രണ്ടാമത്തെ ആളാണ് വൃത്രൻ. ഈ 2 പേരുടെയും തപസ് മുടക്കാൻ ഈ ഇന്ദ്രന്റെ അപ്സരസുകൾക്ക് സാധിച്ചിട്ടില്ല. അപ്സരസുകൾ അനവധി മെനക്കെട്ടിട്ടും പലതരത്തിലുള്ള നൃത്തങ്ങളും ചേഷ്ടകളും ഗാനങ്ങളും ഒക്കെ ചെയ്തിട്ടും ഇയാളെ ആകർഷിക്കാനുള്ള കാമശാസ്ത്രോക്തമായിരിക്കുന്ന പല പദ്ധതികളെ ആശ്രയിച്ചിട്ടും ഇദ്ദേഹത്തിന്റെ തപസ് മുടക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? വേറൊന്നും ചെയ്യാനില്ല. ഇന്ദ്രൻ തന്നെ സ്വയം വേറെന്തെങ്കിലും ഉപായം ചെയ്യാണ്ട് നിവൃത്തിയില്ല. ഉപായോന്യ പ്രകർത്തവ്യ സർവഥാ പാകശാസന നാസ്മാകം ബലമേതസ്മിൻ താപസേ വിജിതേന്ദ്രിയേ.
എന്ന് ചിലർ ഉപദേശിച്ചതിന്റെ ഭാഗമായിട്ട് ഇന്ദ്രൻ തന്നെ സ്വയം കൊല്ലാൻ പുറപ്പെടുകയാണ്. പുറപ്പെട്ടു എന്ന് മാത്രമല്ല, ഇന്ദ്രൻ ചെന്ന് ആ മുനിയെ കണ്ടു. ഇന്ദ്രൻ അദ്ദേഹത്തിന്റെ തപസ്സിന്റെ ശക്തി കാണുമ്പോൾ, ആ തപസ്വിയെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തേജസ് ഇന്ദ്രനിലേക്ക് വല്ലാണ്ട് ആവേശിച്ചു. എങ്ങനെയാണ് ഇങ്ങനെ തപസ് ചെയ്യുന്ന ഒരാളെ ഞാൻ കൊല്ലുക എന്ന് ഇന്ദ്രൻ അവിടെ സങ്കടപ്പെടുന്നുണ്ട്. അപ്പൊ ഈ നോക്കൂ, ഈ സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്ന മനസ്സിന് വരുന്ന വേദനകളൊക്കെ അതിന്റെ ഭാഗമായിട്ട് പുരാണം വിട്ടുകളയുന്നില്ല എന്നുള്ളതാണ്. കഥമസൗ വിനിഹന്തുമഹോ മയ മുനിരപാപപതി കില സമ്മത. അപാപമതിയായിരിക്കുന്ന, പാപം ചെയ്യാത്ത ഈ ഈ തപസ്വിയെ ഞാൻ എങ്ങനെയാണ് കൊല്ലുക? എന്നാ കൊല്ലണ്ട എന്ന് വെക്കൂ, അതും വയ്യ. എന്താണ്? ത്രിപുരയം സുസമിദ്ധ തപോബല കഥമുപേക്ഷയിത ഇഹ ആസനകാമുക. ആസനകാമുകനാണ് ഞാൻ. ആസനകാമുകൻ എന്ന് പറഞ്ഞാലോ സീറ്റ് നഷ്ടപ്പെടുത്തുകയ്യാന്നർത്ഥം. ഈ എന്റെ ഇന്ദ്രപദവി നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. ഇദ്ദേഹം തപസ് ചെയ്യുന്നത് ഇപ്പൊ എന്താണ്? ഇന്ദ്രപദവിയെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഈ തപസ് അത്യന്തം സംശുദ്ധമായിട്ടുള്ള തപസ്സാണെന്ന് പറയുക ചെയ്യാട്ടോ, അതും പറയണല്ലോ. ഈ ത്വഷ്ടാവ് ഇന്ദ്രന്റെ പദവി നഷ്ടപ്പെടുത്തണം എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ഈ പുത്രനെ സൃഷ്ടിച്ചിരിക്കണത്. അപ്പൊ ഇത് അത്യന്തം ശുദ്ധമായിരിക്കുന്ന ആ മോക്ഷം പ്രാപിക്കാൻ വേണ്ടിയുള്ള തപസ്സാധരിക്കരുത്. ഈ തപസ് ഒക്കെ സാത്വികമായിരിക്കുന്ന തപസ്സാധരിക്കണ്ട. ശക്തമായിട്ടുള്ള തപസ്സാണെന്ന് വെച്ചുകൊണ്ട് സാത്വികമായിക്കൊള്ളുന്നില്ല. മോക്ഷം പ്രാപിക്കാൻ വേണ്ടി തപസ്സനുഷ്ഠിക്കാതിരിക്കണ്ട. അപ്പൊ ഇന്ദ്രന്റെ പദവിയെ ആഗ്രഹിച്ചുകൊണ്ടാണ് തപസ് ചെയ്യുന്നത്. അങ്ങനെ അല്ലാന്നില്ല. അപ്പോ ഇയാളുടെ തപസ് വെച്ചുകൊണ്ടിരുന്നാൽ എന്റെ പദവി നഷ്ടപ്പെടും തീർച്ചയാണ്, തന്റെ പദവി നഷ്ടപ്പെടും തീർച്ചയാണ്. അതുകൊണ്ട് ഇയാളെ കൊല്ലാണ്ടിരിക്കാൻ നിവൃത്തിയില്ലാതെ തീരുമാനിച്ചു ഇന്ദ്രൻ. ഇതി വിചിന്യ പവിം പരമായുധം പ്രതിമുമോച മുനിം തപസി സ്ഥിതം. ആ തപസ്സില് നിൽക്കണ, തപസ്സില് കഴിഞ്ഞുകൂടുന്ന ആ തപസ്വിയായിട്ടുള്ള ആളെ ഹനിക്കുന്നതിന് വേണ്ടിയിട്ട് വജ്രായുധം പ്രയോഗിച്ചു. ഹനിച്ചു, സംശയിക്കേണ്ട, അയാളെ കൊന്നു. എന്ന് മാത്രല്ല, ഇനി ഇപ്പോഴത്തെ കാലത്ത് കേൾക്കുന്ന ചില കഥ പോലെ തന്നെയാണ്. കൊന്നാലും ഈ പുറപ്പെടുമെന്ന് വെച്ചല്ലോ, ശരീരം അവിടെ ബാക്കി വെച്ചാൽ ചില അംഗങ്ങൾ തന്നെ വീണ്ടും ചില ജീവന്മാരായിട്ട് മാറാം, വീണ്ടും അങ്ങനെയൊക്കെ തുടങ്ങിയ വിഷമമായി തീർന്നു. അപ്പോ ഒരു തക്ഷൻ ആയിട്ടുള്ള ഒരാളെ വിളിച്ചുകൊണ്ട്, തന്റെ കിങ്കരനായിട്ടുള്ള ഒരാളെ വിളിച്ച് ഇന്ദ്രൻ ആ ശരീരത്തെ ഛിന്ന ഭിന്നമാക്കി മുറിച്ച് കളയാൻ ആവശ്യപ്പെടുകയാണ്. ഇത് കേട്ടപ്പോ ഈ തക്ഷൻ എന്നാണ് പറയുന്നത്, ഒരു തച്ചൻ എന്ന് വെക്കുക, ഒരാളുടെ ഇന്ദ്രന്റെ കിങ്കരനായിട്ടുള്ള ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു വിദ്വാനെ വിളിച്ചിട്ട് ഇയാളുടെ ശരീരം ബാക്കി വെക്കരുതേ, ഒക്കെ മുറിച്ച് കഷ്ണാക്കി കളഞ്ഞോണം, ബാക്കി വെച്ചാൽ ഇനി പുറപ്പെടുവല്ലോ. ഇത് കേട്ടപ്പോ ഈ തക്ഷൻ ഇയാളെ ഇന്ദ്രനെ ഉപദേശിക്കുന്നുണ്ട്. അങ്ങ് ഈ എന്നോട് ഉപദേശിച്ചത് ചെയ്യാൻ എനിക്ക് ഭയമാവുന്നുണ്ട്. കാരണം മഹാതപസ്വിയായിട്ടുള്ള ഒരാളെ അങ്ങ് കൊന്നു, അത് തന്നെ തെറ്റ്. അങ്ങ് ചെയ്തു തന്നെ തെറ്റ്. ഈ തക്ഷൻ ഇന്ദ്രനെ ഉപദേശിക്കേണ്ടതെന്ന് അർത്ഥം. ശ്രദ്ധിക്കണം, ആ തക്ഷനെ ഉപദേശിക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് ഇന്ദ്രൻ. അതൊന്നും തടയുന്നില്ല ആരും. തതോന്ന് അഹങ്കരിഷ്യാമി, എനിക്കിത് ചെയ്യാൻ വയ്യ, അങ്ങ് പറഞ്ഞുകൊണ്ട് മാത്രം എനിക്കിത് ചെയ്യാൻ വയ്യ എന്നാണ് ഈ തക്ഷൻ പറയണത്. പിന്നെ എങ്ങനെയാണ് ഇന്ദ്രൻ തക്ഷനെ പ്രലോഭിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും പ്രലോഭിപ്പിച്ച്, നിനക്ക് വേണ്ട വ്യവസ്ഥകളൊക്കെ ഞാൻ ചെയ്തോളാം, യാഗത്തിന്റെ ഒരു ഭാഗം നിനക്ക് ഞാൻ തന്നോളാം എന്നൊക്കെ പറഞ്ഞ് ഈ തക്ഷനെ എന്താ പറയണ്ടത്, വശീകരിച്ചതിന് ശേഷം, ഇല്ലെങ്കിൽ ഭയപ്പെടുത്തും, വശീകരിക്കുക, അങ്ങനെയൊക്കെയാണല്ലോ. സാമം ദാനം ഭേദം ദണ്ഡം എല്ലാ ഉപായങ്ങളും കാണിച്ച് ഈ തക്ഷനെ പ്രലോഭിപ്പിച്ച് ആ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അയാളെ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രലോഭിക്കപ്പെട്ടു. ഇന്ദ്രന്റെ ആജ്ഞ അനുസരിച്ച് ഈ തക്ഷൻ ഈ വിശ്വരൂപൻ എന്ന് പറയുന്ന ത്വഷ്ടാവിന്റെ പുത്രനെ, മഹാതപസ്വിയായിരിക്കുന്ന പുത്രനെ സർവഥ നിർമൂലീകരിച്ചു കഴിഞ്ഞു. ആ ഒരു രംഗം അവസാനിക്കുകയാണ്. ഇപ്പോൾ 2 അധ്യായങ്ങൾ കഴിഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങടെ എങ്ങനെയാണ് കഥ പോണത് എന്ന് ചോദിച്ചാൽ 3-ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. നമുക്ക് കഥ ചുരുക്കത്തിൽ പറഞ്ഞു പോകണല്ലോ. അപ്പോ 3-ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കുമ്പോൾ ഇനി എന്താ വേണ്ടത്? ഈ കഥ ഈ ചരിത്രം കേട്ടു, വല്ലാണ്ട് വിഷമായി നമ്മുടെ ത്വഷ്ടാവിന്. തന്റെ പുത്രനെ ഇന്ദ്രൻ വധിച്ചിരിക്കണു എന്ന് മനസ്സിലാക്കിയിട്ട് വിഷമായി എന്ന് മാത്രമല്ല, ഇതിന് പ്രതികാരം ചെയ്യാണ്ട് വയ്യ. അതിശക്തമായിരിക്കുന്ന എന്താ പറയണ്ട, പ്രതികാരാഗ്നി അയാളുടെ ഉള്ളില്, ഈ ത്വഷ്ടാവിന്റെ ഉള്ളില് ജ്വലിച്ചു. ഇങ്ങനെ ഈ മഹാപാപം ചെയ്തിരിക്കുന്ന ഇന്ദ്രനെ വധിക്കാൻ ഞാൻ
മറ്റൊരു പുത്രനെ, മറ്റൊരാളെ സൃഷ്ടിക്കാൻ ഭാവിക്കുകയാണ് എന്ന് പ്രതിജ്ഞ ചെയ്യുകയും അദ്ദേഹം വീണ്ടും ഒരു ഹോമം ആരംഭിച്ച് ഇന്ദ്രനെ ഹനിക്കാൻ യോഗ്യനായിരിക്കുന്ന ഒരു പുത്രൻ എന്നൊക്കെ പറയാനേ ഉള്ളൂ, ഹോമത്തിൽ നിന്നാണ് പുത്രനെ ജനിപ്പിക്കുന്നത്. അപ്പോൾ അത് സാധാരണ തരത്തിലുള്ള ഒരു പ്രക്രിയയല്ല, നമുക്കറിയാം. ഹോമം ചെയ്ത് അങ്ങനെ ശക്തമായിരിക്കുന്ന കർമ്മത്തിൽ നിന്ന് ഒരു ഒരു പുത്രൻ ജനിക്കുകയാണ്. ആ പുത്രന് വൃത്രാസുരൻ, വൃത്രൻ എന്ന് പേര് വെക്കുകയാണ്. പാപത്തെ നശിപ്പിക്കുന്നവൻ, പാപിയെ നശിപ്പിക്കുന്നവൻ, ദുഃഖത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തില് വൃത്രൻ എന്ന് പേര് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ പുത്രനോട് ആജ്ഞാപിക്കുകയാണ്, നീ തപസ് ചെയ്യണം, ഇന്ദ്രനെ ഹനിക്കുന്നതിന് വേണ്ടി നീ സന്നദ്ധനാവണം. നിന്റെ ജന്മോദ്ദേശ്യം തന്നെ അതാണ്. ഇവിടെ വേദത്തിൽ ഒരു കഥ വരുന്നുണ്ട്. ഇന്ദ്രശത്രുർ വർദ്ധസ്വ എന്ന് മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഈ ഹോമം ചെയ്യുന്നത്. ഇന്ദ്രശത്രു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? ശത്രു എന്ന് പറഞ്ഞാൽ ശാതയിതാവ് എന്നർത്ഥമാണ്. ശാതയിതാവ് എന്ന് വെച്ചാലോ കൊല്ലുന്നവൻ അർത്ഥമാണ്. ഇവിടെ ഒരു സാങ്കേതിക വിഷയം വരികയാണ്. അതായത് വേദത്തില് സ്വരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഉദാഹരിക്കുന്ന ഒരു കഥയാണത്. അതിന്റെ ഭാഗമായിട്ടാണ് വേദത്തില് ഈ വൃത്രാസുരന്റെ കഥ വന്നത്. എന്താണ് കഥ എന്ന് ചോദിച്ചാൽ, ഈ വേദത്തിലെ സ്വരം മാറിക്കഴിഞ്ഞാൽ പദത്തിന്റെ അർത്ഥം മാറും. ഇവിടെ ഇന്ദ്രശത്രു എന്നൊരു പദം, ഇന്ദ്രശത്രു എന്നുള്ള പദത്തിന് രണ്ട് തരത്തിൽ സ്വരം വരാം. ഒരു സ്വരം വന്നു കഴിഞ്ഞാൽ അത് തൽപുരുഷ സമാസമാവും, മറ്റൊരു സ്വരം വന്നു കഴിഞ്ഞാൽ ബഹുവ്രീഹി സമാസമാവും. അതുകൊണ്ട് എന്താ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ദ്രനാൽ കൊല്ലപ്പെടുന്നവൻ എന്നർത്ഥം, അല്ലെങ്കിൽ ഇന്ദ്രനാൽ കൊല്ലപ്പെടുന്നവൻ, അല്ലെങ്കിൽ ഇന്ദ്രനെ കൊല്ലുന്നവൻ, അങ്ങനെ രണ്ടർത്ഥത്തിന് വരാം. ഇന്ദ്രശത്രു എന്ന ശബ്ദത്തിന് സമാസം മാറിക്കഴിഞ്ഞാൽ ഇന്ദ്രനാൽ കൊല്ലപ്പെടുന്നവൻ എന്നും, മറ്റൊരു തരത്തിലായി കഴിഞ്ഞാൽ ഇന്ദ്രനെ കൊല്ലുന്നവൻ എന്നും അർത്ഥം വരാം. അപ്പൊ ഇന്ദ്രനെ കൊല്ലുന്നവൻ എന്ന അർത്ഥമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ സ്വരം മാറിയപ്പോൾ അർത്ഥം മാറി. എങ്ങനെയാ വന്ന? ഇന്ദ്രനാൽ കൊല്ലപ്പെടുന്നവൻ എന്ന അർത്ഥം വന്നു. അങ്ങനെ വന്നപ്പോൾ ഈ ഹോമത്തിൽ നിന്ന് പുത്രൻ ഉണ്ടായി എങ്കിലും അവസാനം ആ പുത്രൻ ഇന്ദ്രനാൽ കൊല്ലപ്പെടുന്നവനായി തീർന്നു. അപ്പൊ ഈ കർമ്മത്തിന്റെ ദോഷമാണ് ഇത് എന്ന് കാണിക്കാൻ വേണ്ടി, കർമ്മത്തിന്റെ ദോഷം വെച്ചാലോ ആ മന്ത്രം ചൊല്ലിയപ്പോ സ്വരം തെറ്റായിട്ട് പ്രയോഗിച്ചത് കൊണ്ട് വന്ന അനിഷ്ടമാണ് ഇത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് വാസ്തവത്തില് ഈ കഥ വേദത്തിൽ വന്നിരിക്കുന്നത്. ഇത് പ്രാസംഗികമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്ത് വന്നു? ഈ ജനിച്ച മകൻ മഹാവീരശൂര പരാക്രമിയും താപസനും ആയിരുന്നു എങ്കിൽ പോലും അവസാനം എന്ത് വന്നു? ഇന്ദ്രനാൽ കൊല്ലപ്പെടുന്നവനായി മാറി എന്നുള്ളതാണ്. ഇനി ഈ വൃത്രൻ ജനിച്ചതിന് ശേഷം കഥയിലേക്ക് കിടക്കുകയാണ്. വൃത്രൻ ജനിച്ചതിന് ശേഷം 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു. 3-ാമത്തെ അധ്യായത്തില് ഈ വൃത്രൻ തപസ് ആരംഭിക്കുകയാണ്. വൃത്രൻ തപസ് ആരംഭിക്കുക എന്ന് വെച്ചാലോ ശക്തി കൈവരിക്കണം. ശക്തി കൈവരിക്കാണ്ട് ഇന്ദ്രനെ കൊല്ലുവയ്യ. ഇന്ദ്രനെ കൊല്ലുക എന്നുള്ളതാണ് തന്റെ ജന്മോദ്ദേശ്യം തന്നെ, തന്റെ പിതാവ് ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യമാണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട ശക്തി സംഭരിക്കാൻ വേണ്ടി വൃത്രൻ വലിയ തപശ്ചര്യകൾ ആരംഭിക്കുകയാണ്. വാസ്തവത്തിൽ നോക്കൂ, ഇവിടെ ഇവരൊന്നും പരമസാത്വികന്മാരൊന്നുമല്ല, മഹാതപസ്വികളാണ്. തെറ്റൊന്നും ചെയ്തവരായിരിക്കില്ല, പക്ഷേ സാത്വികന്മാർ എന്ന് പറയുകയ്യ. കാരണം ഒരാളെ കൊല്ലുന്നതിന് വേണ്ടിയാണ്, ഇന്ദ്രൻ ചെയ്തത് യോഗ്യതയാണെന്ന് നമുക്ക് പറയുകയ്യ. എന്ന് വെച്ച് ഇവരൊക്കെ സാത്വികന്മാരാണ്, പരമസാത്വികന്മാരാണെന്ന് പറയുകയ്യ, രണ്ടും പറയുകയ്യ എന്നുള്ളതാണ്. അങ്ങനെയാണ് കഥയുടെ ഗതി. അപ്പോ ഈ വൃത്രാസുരൻ തന്റെ സർവശക്തിയും സംഭരിച്ച് തപസ് ആരംഭിക്കണു. ഇത് കേട്ട ഉടനെ വീണ്ടും ഇന്ദ്രന് ഇരിക്കപ്രതിയില്ലാതെയായി. ഒരാളെ ഇപ്പൊ കൊന്നേ ഉള്ളൂ. ഇപ്പൊ രണ്ടാമത് അയാൾക്കൊരു അനുജൻ, ഒരു അനിയൻ പറഞ്ഞിരിക്കണു. അയാളും ഇതേ പ്രക്രിയയാണ് ആരംഭിച്ചിരിക്കുന്നത്, തന്നെ ഹനിക്കാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ ആള് തന്നെ ഹനിക്കാൻ വേണ്ടിയല്ല തപസ് ചെയ്തത്. അയാള് ഇന്ദ്രനെ ഹനിക്കാനുള്ള ഉദ്ദേശം അയാൾക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ രണ്ടാമത്തെ ആള് വന്നിരിക്കണു. അയാൾക്ക് തന്നെ ഹനിക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശം കൂടി ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ ഒട്ടും തന്നെ ഇരിക്കപ്പെടുത്തില്ലാണ്ടായി. പഴയ പോലെ തന്നെ ഇന്ദ്രന്റെ രീതി എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും അപ്സരസുകളെ അയക്കുക, അങ്ങനെയാണല്ലോ ക്രമത്തിൽ ആ ആളെ വശീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്ദ്രന്റെ ഒന്നാമത്തെ രീതി. കാരണം പലതരത്തിലുള്ള ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട്. ഇനി ഇവിടെ ഇരുന്നു കഴിഞ്ഞാൽ ഇയാളുടെ തപസ് മുടക്കിയിട്ടില്ല എങ്കിൽ എനിക്ക് നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി.
ആ ദേവഗുരുവിന്റെ ഉപദേശം കേട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ദേവഗുരു ഇന്ദ്രനെ വളരെ വിസ്തരിച്ച് ഉപദേശിക്കുന്നുണ്ട്. അല്ലയോ ഇന്ദ്ര, നീ ചെയ്ത കർമ്മഫലം നീ അനുഭവിക്കാണ്ട് വയ്യ. ഇതൊന്നും നീ വിചാരിക്കണ പോലെയല്ല ലോകചക്രം തിരിയണത്. ആവശ്യമില്ലാത്ത പണിയാണ് ചെയ്തത്. ആ മുനി തപസ് ചെയ്യുമ്പോൾ അയാളെ പോയിട്ട് വധിക്കേണ്ട യാതൊരു കർത്തവ്യവും നിനക്ക് ഉണ്ടായിരുന്നില്ല. അത് നിന്റെ ധർമ്മമല്ല എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രനെ തത്വജ്ഞാനം ഉപദേശിക്കുന്നുണ്ട്. അതൊന്നും ചെയ്യാണ്ടിരിക്കണില്ല. ഈ ഗുരുക്കന്മാര് സന്മാർഗം കാണിക്കാണ്ടിരിക്കണമെന്നില്ല. പിന്നെ എന്ത് ഉപദേശിച്ചാലും അവരവരുടെ രാഗദ്വേഷങ്ങൾക്കനുസരിച്ചല്ലേ, വാസനകൾക്കനുസരിച്ചല്ലേ ഓരോരുത്തരും പ്രവർത്തിക്കുള്ളൂ. അത് ലോക സത്യമാണ്. പ്രകൃതിസ്ത്വാം നിയോക്ഷ്യതി എന്നാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത്. ഭഗവാനും അവസാനം ഉപദേശം ഗീതയിൽ അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ, യഥേച്ഛസി തഥാ കുരു വിമർശ്യത് അശേഷേണ. ഞാൻ പറഞ്ഞത് വിമർശിച്ചിട്ട് നിനക്ക് എന്താണ് തോന്നുന്നത് അത് ചെയ്തോളൂ. കാരണം എന്താണോ തോന്നുന്നത് തോന്നിയത് കാണിക്കാനേ വെക്കൂ. തോന്നിയതല്ലാണ്ട് കാണിക്കു വയ്യ. പിന്നെ നേരെ തോന്നണേന്ന് പ്രാർത്ഥിക്കാന്ന് മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ വെക്കൂ. തോന്നിയതല്ലാണ്ട് കാണിക്കുക അങ്ങനെ വയ്യ. അപ്പൊ തോന്നിയത് കാണിക്കുകയുള്ളൂ എന്ന് ഉറപ്പാണ്. എങ്കിലും ഉപദേശിക്കാണ്ട് വയ്യ, ഉപദേശിക്കാണ്ടിരിക്കരുത്. കാരണം ഈ ഉപദേശം ഉള്ളിൽ കിടക്കും, അത് എപ്പോഴെങ്കിലും ഫലിക്കും. കർമ്മഫലങ്ങൾക്കനുസരിച്ചേ പ്രവർത്തിക്കുള്ളൂ, വാസനകൾക്കനുസരിച്ചേ പ്രവർത്തിക്കുള്ളൂ. എങ്കിലും ഈ പ്രവൃത്തിക്ക് ശേഷം അതിൻ്റെ അനിഷ്ടഫലങ്ങൾ ഓരോന്നോരോന്നോരോന്നായിട്ട് വരണ സമയത്ത് ഈ തത്വോപദേശം, മുമ്പ് കേട്ട തത്വോപദേശം ഉള്ളില് സ്ഫുരിക്കും, ചെറുതായിട്ട് സ്ഫുരിക്കും. അതുകൊണ്ടാണ് ഗുരുക്കന്മാര് ഇത് കേൾക്കില്ല, തന്റെ ഉപദേശം കേൾക്കില്ല എന്ന് മനസ്സിലായിട്ടും ഉപദേശിക്കാതിരിക്കണില്ല എന്നർത്ഥം. ബൃഹസ്പതി ഉപദേശിച്ചു, ഉപദേശം കേട്ടില്ല. അങ്ങയുടെ ഉപദേശമൊന്നും തൽക്കാലം എനിക്ക് കേൾക്കാൻ വയ്യ, ഇയാളുടെ തപസ് മുടക്കാനുള്ള വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞു. എന്നാൽ ഒന്നും പറയാനില്ലല്ലോ. ഈ ഗുരു നിവർത്തിച്ചു. വീണ്ടും ഈ എന്താ പറയേണ്ടത്, തപസ് മുടക്കാനുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു. തപസ് മുടക്കാൻ സാധിച്ചില്ല. അത്രയും ഉഗ്രമായിരിക്കുന്ന തപസ്സാണ്. ഈ കാമക്രോധാദികൾക്കൊന്നും വശപ്പെടാതെ കണ്ട്, ഈ അപ്സരസ്സുകളുടെ സൗന്ദര്യത്തിൽ മയങ്ങാതെ കണ്ട് ഈ തപസ് എന്താ പറയാ നിർവിഘ്നം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ എന്താ വേണ്ടത്? നിവൃത്തിയൊന്നുമില്ല, യുദ്ധത്തിന് പോവുക. ഇന്ദ്രന്റെ സേനകൾ ഓരോന്നോരോന്നായിട്ട്, സേനാഗണങ്ങൾ ഓരോ ഗണങ്ങളായിട്ട് ഈ വൃത്രാസുരനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. മഹായുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിൽ അവസാനം ഇവരെല്ലാവരും തോറ്റു. ഇന്ദ്രൻ പരാജയം പ്രാപിച്ചു. അങ്ങനെയാണ് ഇന്ദ്രൻ പരാജയം പ്രാപിച്ച അവിടെ വൃത്രാസുരന്റെ ഒരു നൈതികത പുരാണം കാണിക്കുന്നുണ്ട്. അതായത് ഇന്ദ്രനെ കൊന്നില്ല എന്നുള്ളതാണ്. ഇന്ദ്രനെ കൊല്ലാമായിരുന്നു വേണമെങ്കിൽ, പക്ഷേ ഇന്ദ്രൻ അവസാനം തോറ്റോടിയിട്ടുള്ള ആളെ ഹനിക്കാൻ പാടില്ല, യുദ്ധത്തിന്റെ നിയമമാണ്. അതുകൊണ്ട് തോറ്റോടിയിട്ടുള്ള ഇന്ദ്രനെ കൊന്നില്ല വൃത്രാസുരൻ. കൊല്ലാൻ ആയിരുന്നു പിതാവിന്റെ ആജ്ഞ എങ്കിൽ പോലും തോറ്റോടിയിട്ടുള്ള ആളെ കൊല്ലാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് വൃത്രൻ ഇന്ദ്രനെ കൊന്നില്ല എന്നുള്ള ഒരു നീതിബോധം അവിടെ വൃത്രാസുരൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ വന്നപ്പോ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? വേറൊന്നും ചെയ്യാനില്ല. തൽക്കാലം നമ്മൾ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കി ഇന്ദ്രൻ ഒന്ന് ഒതുങ്ങി. വൃത്രാസുരനാകട്ടെ വീണ്ടും തന്റെ തപസ്സിൽ മുഴുകി കുറച്ചു കാലം യുദ്ധം ചെയ്ത് ഈ ഊർജം വ്യർത്ഥമാക്കി കളഞ്ഞല്ലോ. ഇനി വീണ്ടും ആ നഷ്ടപ്പെട്ട ഊർജം വീണ്ടെടുക്കണം എന്നുള്ളത് കൊണ്ട് വീണ്ടും തപസ് ആരംഭിച്ചു. അങ്ങനെ വീണ്ടും തപസ്സിന് പോയി. വൃത്രൻ ഇളകാത്ത തപസ് ആരംഭിച്ചു. ഇനിയിപ്പോ എന്താ വേണ്ടത്? ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള തപസ്സാണ് ആരംഭിച്ചിരിക്കുന്നത്. ബ്രഹ്മാവ് പ്രത്യക്ഷനായിട്ട് വരം ചോദിച്ചു. എന്താണ് വരം തരേണ്ടതെന്ന് ചോദിച്ചപ്പോ ഈ വൃത്രാസുരൻ നമ്മുടെ ഹിരണ്യകശിപു ചോദിച്ച പോലെ ചില വിശേഷങ്ങൾ, എന്നെ അങ്ങനെ കൊല്ലരുത്, ഇങ്ങനെ കൊല്ലരുത് എന്നൊക്കെ രീതിയിലുള്ള ചില കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞു. അതിനനുസരിച്ച് ബ്രഹ്മാവ് അനുഗ്രഹിച്ച് മടങ്ങുകയും ചെയ്തു. ബ്രഹ്മാവ് വൃത്രാസുരനെ അനുഗ്രഹിച്ച് ചോദിച്ച വരം കൊടുത്ത് ഇന്ദ്രനാൽ കൊല്ലപ്പെടരുത് എന്നുള്ള വരം ചോദിച്ചില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ഈ ഉള്ളിന്റെ ഉള്ളില് താൻ ഇന്ദ്രനാൽ കൊല്ലപ്പെടുമോ എന്നുള്ള ഒരു സംശയം വൃത്രാസുരനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം
ചോദിക്കാമായിരുന്നു വേണമെങ്കിൽ ഇന്ദ്രനാൽ കൊല്ലപ്പെടരുത്, ഇതാണ് എനിക്ക് ആവശ്യമുള്ള വരം എന്ന് ചോദിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ചോദിച്ചില്ല. വൃത്രാസുരൻ ചോദിച്ചത് ലോഹം കൊണ്ട് വധിക്കപ്പെടരുത്, തണുപ്പ് കൊണ്ട്, ചൂട് കൊണ്ട്, മരം കൊണ്ട്, അതുകൊണ്ട് ഇതുകൊണ്ട് ഒന്നും താൻ കൊല്ലപ്പെടരുത് എന്നേ പറഞ്ഞുള്ളൂ. ഇന്ദ്രനാൽ കൊല്ലപ്പെടരുത് എന്നൊരു ചോദിക്കാമായിരുന്നു, അത് ചോദിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഈ വിധിയുടെ ഓരോ ലീലകളാണ്. നമ്മുടെ ഉപബോധ മനസ്സിനനുസരിച്ച് അല്ലെങ്കിൽ കർമ്മഫലത്തിനനുസരിച്ചേ ഓരോരുത്തരും വരം പോലും ചോദിക്കുള്ളൂ എന്നുള്ളത് കാണിക്കുകയാണ് അർത്ഥം. അപ്പോ ചോദിച്ചവരൊക്കെ കൊടുത്ത് ആ ബ്രഹ്മാവ് അന്തർധാനം ചെയ്തു. ഇനിയിപ്പോ എന്താ വേണ്ടത്? ഇന്ദ്രൻ എന്താ വേണ്ടത് നിശ്ചയില്ലാണ്ട് അവസാനം ജൃംഭിക എന്ന് പറയുന്ന ഒരു രാക്ഷസീനോ എന്താ പറയേണ്ടത് വെച്ചില്ല, ഒരു ദൂതിയെ പറഞ്ഞയച്ചു. ഈ ദൂതി ഈ വൃത്രാസുരന്റെ അടുത്ത് ചെന്ന് ചില എന്താ പറയാ ചില വികാരങ്ങളൊക്കെ ഉണ്ടാക്കി എന്നല്ലാണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. വീണ്ടും ഇന്ദ്രൻ സ്വയം യുദ്ധത്തിന് ചെന്നു. വീണ്ടും രണ്ടാമതും ഇന്ദ്രൻ തോറ്റ് പിൻവാങ്ങേണ്ടി വന്നു ഇന്ദ്രന് എന്നുള്ളതാണ് വരുന്നത്. ഇനിയിപ്പോ വേറെ വഴിയൊന്നുമില്ല എന്ന് മനസ്സിലായി. തന്റെ ശക്തി കൊണ്ട് ഈ വൃത്രനെ ജയിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. ഇനി അടുത്ത വഴി എന്താണ്? പരമശിവനെ പോയി കാണാം. പൊതുവെ പുരാണ കഥകളുടെയൊക്കെ ഒരു രീതി അങ്ങനെയാണ്. പരമശിവനെ പോയി കണ്ടു. പരമശിവൻ എന്താ പറയണത്? എന്നെ കൊണ്ട് സാധ്യാവില്ല, ഈ വിഷയത്തില് അങ്ങയെ സഹായിക്കാൻ എന്നെ കൊണ്ട് സാധ്യാവില്ല എന്ന് പറഞ്ഞു. ഇനി എല്ലാവരും കൂടി അടുത്ത പടി എന്താണ്? ഭഗവാൻ മഹാവിഷ്ണുവിനെ പോയി കണ്ടു. മഹാവിഷ്ണുവിനെ പോയി കണ്ടപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, എന്നെ കൊണ്ടും ഇത് ഒറ്റയ്ക്ക് സാധ്യാവില്ല. സാധ്യമാവോ സംശയമുണ്ട്, പക്ഷെ ഒറ്റയ്ക്ക് സാധ്യാവില്ല. ഞാനിപ്പോ എന്താ വേണ്ടത്? മഹാമായയുടെ അനുഗ്രഹം ഇല്ലാണ്ട് എനിക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോ ഈ കഥ സൂചിപ്പിക്കുകയാണ്, മഹാമായ ഇവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ മറ്റൊന്നിനെ നമുക്ക് ജയിക്കാനും മഹാവിഷ്ണു വിചാരിച്ചാൽ പോലും സാധിക്കുള്ളൂ എന്ന് കാണിക്കുന്നതിലൂടെ ആ മഹാമായയുടെ പ്രാധാന്യം കാണിക്കുക എന്നുള്ളതാണ്. ദേവി ഭാഗവതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ വേണ്ടത്. ആ ദേവിയുടെ പ്രാധാന്യം, മഹാമായ പ്രവർത്തിക്കുകയാണോ എന്നാൽ ഞാൻ ചില വഴി ഉണ്ടാക്കാം എന്നുള്ള നിലയ്ക്ക് മഹാമായയെ ഉപാസിച്ചുകൊള്ളൂ എന്ന് മഹാവിഷ്ണു പറഞ്ഞയച്ചു. ഇനി ഇന്ദ്രനും സംഘങ്ങളും ഒക്കെ കൂടി ചേർന്ന് ആ മഹാമായയെ പ്രസാദിപ്പിക്കാനുള്ള ഉദ്യമങ്ങൾ തുടങ്ങി. അങ്ങനെ പ്രസാദിപ്പിച്ച് ഇതൊക്കെ കഴിഞ്ഞ് ഇനി മഹാമായയുടെ സഹായത്തോടു കൂടി ആ വൃത്രാസുരനെ വധിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. അവസാനം ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഒരു പ്രത്യേക സന്ദർഭത്തില് അതായത് ഈ ബ്രഹ്മാവിനോട് വൃത്രാസുരൻ ചോദിച്ച വരങ്ങളൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ അതിനൊന്നും വശപ്പെടാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക സന്ദർഭം കിട്ടിയപ്പോൾ ഈ വൃത്രാസുരനെ ചതിച്ചു കൊല്ലാൻ തീരുമാനിക്കുകയും മഹാമായയുടെ എന്താ പറയാ മഹാമായയ്ക്ക് അധീനനായിരിക്കുന്ന വൃത്രാസുരൻ ഇരിക്കുന്ന സമയത്ത് വിഷ്ണുവിന്റെ സാന്നിധ്യം എന്താ പറയാ വജ്രായുധത്തില് സന്നിവേശിക്കുകയും ആ വജ്രായുധം പ്രയോഗിച്ച് അതിന്റെ ആഘാതം കൊണ്ട് വൃത്രാസുരൻ മരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. ഇതുകൊണ്ട് കഥ തീരുന്നില്ല. വൃത്രാസുരൻ മരിച്ചു. ഇനിയിപ്പോ എന്താ വേണ്ടത്? ഇതോടുകൂടി ഇന്ദ്രന് ആ കഥയുടെ ക്ലൈമാക്സിലേക്ക് എത്തിയിട്ടില്ല. സാധാരണ നിലയ്ക്ക് കഥ ഇവിടെ അവസാനിക്കേണ്ടതാണ്. ഇന്ദ്രന് സുഖമായി, ഇപ്പൊ തന്റെ ശത്രുക്കളൊന്നും ബാക്കിയില്ല, തൽക്കാലമൊന്നും എനിക്ക് ഭയപ്പെടേണ്ടതില്ല എന്ന് സുഖമായിട്ടിരിക്കാലോ ഇന്ദ്രനെ വേണമെങ്കിൽ. പക്ഷേ ഇന്ദ്രന് സുഖമായി എന്ന് പറയുകയില്ല. നോക്കൂ, നമ്മളെ നേരായ മാർഗത്തിൽ ഒരു ജയം, നമുക്ക് ജയമാണെങ്കിൽ പോലും ഒരു നേരായ മാർഗത്തിൽ അത് നേടിയെടുത്താൽ മാത്രമേ അത് നമുക്ക് സന്തോഷത്തെ തരുള്ളൂ എന്നുള്ളതാണ്. സംസാരത്തിന്റെ സ്വഭാവം അതാണെന്ന് കാണിക്കുന്നതാണ് ചെയ്യണത്. ഋഷിമാര് ഇന്ദ്രനെ നിന്ദിക്കാൻ തുടങ്ങി. അല്ലയോ ഇന്ദ്ര, നീ എന്താണ് ചെയ്തത്? മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം കൊണ്ടോ മഹാദേവിയുടെ അനുഗ്രഹം കൊണ്ടോ ഒന്നും ഇവിടെ പ്രസക്തിയില്ല. ധാർമ്മികമായിരിക്കുന്ന മാർഗത്തെ ആശ്രയിച്ചുകൊണ്ടല്ല നീ ചെയ്തത് എങ്കിൽ വൃത്രാസുരനെ ഹനിക്കാൻ വേണ്ടി നീ ധാർമ്മികമായിരിക്കുന്ന മാർഗത്തെ അല്ല അവലംബിച്ചത് എന്നുള്ളതാണ് സ്ഥിതി. അത് മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം കൊണ്ടാണോ മഹാദേവിയുടെ അനുഗ്രഹം കൊണ്ടാണെങ്കിൽ പോലും അത് നിനക്ക് ഒരിക്കലും സന്തോഷത്തെ തരികയില്ല. നീ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ്
സകല ഋഷിമാരും ഇന്ദ്രനെ നിന്ദിക്കാൻ തുടങ്ങി. ഇന്ദ്രന് എന്തെങ്കിലും മനസ്സുഖമുണ്ടോ? ഇല്ല. സർവവിധം ആയിട്ട് സർവവിധേനയുമുള്ള മനക്ലേശങ്ങളെ കൊണ്ട് ഇന്ദ്രൻ ഇപ്പോ സന്തോഷമില്ലാത്തവനായി തീർന്നു. ഇനി എന്താ വേണ്ട നിശ്ചയില്ല. അങ്ങനെ ഇരിക്കണം. തന്റെ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാണ്ട് യാതൊരു നിവൃത്തിയില്ല എന്ന് ഇന്ദ്രൻ മനസ്സിലാക്കുന്നു. ഇതിന്റെ പരിഹാരമായിട്ട് ഇനി എന്താ ചെയ്യേണ്ട നിശ്ചയില്ലാണ്ട് ഒരു സ്വസ്ഥതയുമില്ലാതെ ആയിത്തീരുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഈ വിഷയസുഖങ്ങളുടെ ഒക്കെ സ്വഭാവം അതാണെന്ന് കാണിക്കുകയാണ്. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഒരു സമൂഹം അതിനെ പരിഗണിക്കാതെ കണ്ട് ധാർമ്മികമായ സാമാജികമായ നിയമങ്ങളെ പരിഗണിക്കാതെ കണ്ട് നമ്മൾ ആർജിക്കുന്ന ഒരു സുഖവും നമുക്ക് വിഷയസുഖമാണെങ്കിൽ അത് ഒരിക്കലും നമുക്ക് സുഖത്തോടു കൂടി ഇരിക്കുക, സുഖം നമ്മൾ പറയാന്നല്ലാതെ ഒരിക്കലും അത് അല്ലലില്ലാതെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല എന്നുള്ളത് വിഷയസുഖങ്ങളുടെ പൊതുവെയുള്ള ഒരു സ്വഭാവമാണ്. വിഷയസുഖം എന്ന് പറയുന്നത് തന്നെ ശാശ്വതമല്ല എന്നൊക്കെ വേദാന്തം പറയുന്നുവെങ്കിലും ധാർമ്മികമായിട്ട് നേടിയിട്ടുള്ള ഒരു വിഷയം ആണെങ്കിൽ അത് തൽക്കാലം നമുക്ക് സുഖത്തെ തരും എന്നുള്ളത് ഒരു വ്യാവഹാരിക സത്യമാണ്. വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞാലോ ലോകത്തിന്റെ നടപ്പ് അങ്ങനെയാണ്. വിഷയങ്ങളെ ആസ്വദിച്ച് നമുക്ക് സുഖം അനുഭവിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അത് ധർമ്മശാസ്ത്രത്തിന് സമ്മതമാണ്. പക്ഷേ ധാർമ്മികമായിരിക്കുന്ന മാർഗത്തിൽ ആർജിച്ച വിഷയമാണ് എന്ന് വയ്ക്കുക. അതൊരു ജയമാവട്ടെ, എങ്ങനെയെങ്കിലും ജയിച്ചത് കൊണ്ട് നമുക്ക് ആ ജയം ആസ്വാദ്യമാവുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഇന്ദ്രൻ വൃത്രനെ ജയിച്ചോ ചോദിച്ചാൽ ജയിച്ചു. പക്ഷെ ആ ജയം അദ്ദേഹത്തിന് സന്തോഷത്തെ തരുന്നുണ്ടോ, കൊടുക്കുന്നുണ്ടോ ചോദിച്ചാൽ സ്വല്പം പോലും സന്തോഷത്തെ കൊടുക്കുന്നില്ല. പിന്നെ ഇപ്പൊ എന്തിനെ ജയിച്ചേ? അപ്പൊ ലോകം വെട്ടിപ്പിടിച്ചു എന്നുള്ളത് കൊണ്ടൊന്നും പദവികളില് കയറിയിരുന്നു എന്നുള്ളത് കൊണ്ടൊന്നും അത് നമുക്ക് സുഖത്തിന് കാരണമാവുന്നില്ല. സുഖം, വൈഷയിക സുഖം എന്ന് പറയുന്ന ഒരു സുഖത്തെ നമ്മൾ അംഗീകരിക്കാതിരിക്കൊന്നും വേണ്ട. പരമമായ വേദാന്ത ശാസ്ത്രത്തിന്റെ ഉപദേശം തൽക്കാലം ഇരിക്കട്ടെ. സാമാന്യമായ ധർമ്മശാസ്ത്രത്തിന്റെ ഉപദേശം കേൾക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ വിഷയസുഖത്തെ ആസ്വദിച്ചു കൊള്ളൂ, ആരും തടയുന്നില്ല. പക്ഷെ ധാർമ്മികമായിരിക്കട്ടെ മാർഗത്തിൽ വേണം അതിനെ ആർജിക്കേണ്ടത്. അല്ലാണ്ട് ആസ്വദിക്കാൻ മെനക്കെടുകയാണെങ്കിൽ അത് ഒരിക്കലും നിലനിൽക്കുന്ന ഒന്നായി തീരുകയില്ല എന്ന് കാണിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് കഥയുടെ ഉദ്ദേശം അർത്ഥം, അല്ലാണ്ട് വേറൊന്നും അതിൽ വിഷയമില്ല. അപ്പൊ അങ്ങനെ ഇന്ദ്രന് ഒട്ടും തന്നെ മനസ്സുഖമില്ല. ഈ അസ്വസ്ഥത സഹിക്കാൻ വയ്യാണ്ടായി തീർന്നപ്പോൾ ഇന്ദ്രൻ ഒളിച്ചോടുകയാണ്. മാനസ സരസ് എന്ന് പറയുന്ന ഒരു സരസില് പോയിട്ട് സൂക്ഷ്മ ശരീരത്തെ അവലംബിച്ച് ഒരു താമരത്തണ്ടിന്റെ ഉള്ളിൽ പോയി ഇന്ദ്രൻ ഒളിച്ചു പാർക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞില്ലേ? ഇപ്പൊ എന്താ ഉണ്ടായി? ഈ വൃത്രാസുരനെയൊക്കെ കൊന്ന് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത പണികളൊക്കെ ചെയ്ത് ഇപ്പോ ഒന്നുമില്ലാണ്ട് ആരും അറിയാണ്ട് ഒരു താമരത്തണ്ടിന്റെ ഉള്ളിൽ പോയിട്ട് ഒളിക്കേണ്ട അവസ്ഥ വരികയാണ്. ഇന്ദ്രൻ പോയി ഒളിച്ചു. ഇനിയിപ്പോ എന്താ? രാജ്യം, ദേവലോകം ആരാ ഭരിക്കേണ്ടതെന്ന് നിശ്ചയില്ല. നഹുഷൻ എന്ന് പറയുന്ന ഒരു വിദ്വാനെ അവിടെ കൊണ്ടുപോയിട്ട് ദേവന്മാരൊക്കെ കൂടിയിട്ട് ഇന്ദ്രന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ഇയാള് മഹാശുംഭനാണ്. ഈ നഹുഷൻ എന്ന് പറയുന്ന ആള് ദേവലോകത്തിന്റെ ആയതോട് കൂടിയിട്ട് അയാളുടെ അഹങ്കാരം വർദ്ധിച്ചു എന്ന് മാത്രമല്ല, അയാള് ഇന്ദ്രന്റെ പത്നിയായിരിക്കുന്ന ഇന്ദ്രാണിയെ വശീകരിക്കാൻ ആരംഭിച്ചു. ഇന്ദ്രാണി തന്റെ സേവ ചെയ്യണം, തന്റെ ദാസ്യം സ്വീകരിക്കണം, തനിക്ക് ഇന്ദ്രാണിയെ പ്രാപിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇയാള് അതിനുള്ള ഉദ്യമങ്ങൾ ആരംഭിക്കുകയാണ്. ഇപ്പോ പതിവ്രതയായിരിക്കുന്ന ഇന്ദ്രാണിക്ക്, ഇന്ദ്രന്റെ പത്നിയായിരിക്കുന്ന ഇന്ദ്രാണിക്ക്, ഇന്ദ്രാണി ദേവിക്ക് എന്താ ചെയ്യേണ്ടത് നിശ്ചയില്ലാണ്ടായി. ഇയാളുടെ കൈകളിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ സാധിക്കും നിശ്ചയില്ല. തന്റെ ഭർത്താവായിരിക്കുന്ന ഇന്ദ്രൻ ദേവലോകത്തില്ല, എവിടെയാണെന്ന് തന്നെ നിശ്ചയില്ല. ഇന്ദ്രാണി ദേവ ഗുരുക്കന്മാരെ സമീപിക്കുകയാണ്. എന്താ വേണ്ടത് നിശ്ചയില്ല എന്നുള്ള നിലയ്ക്ക് അവരെ ഉപദേശിക്കുന്നത് എന്താണ്? ഈ ദുഷ്ടനെ പ്രകോപിപ്പിക്കരുതേ എന്നാണ് ഉപദേശിക്കുന്നത്. കാമാസക്തന്മാരായിട്ടുള്ള ദുഷ്ടന്മാരെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ അവർ കാണിക്കാൻ നിശ്ചയില്ല. എല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ്. കാമാസക്തന്മാരും ദുഷ്ടന്മാരും കൂടിയാണെങ്കിൽ അവരെ പ്രകോപിപ്പിക്കാൻ മെനക്കെടരുത്. ഏതെങ്കിലും നയേന അവരെ ക്രമേണ അവരിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് വിവേകത്തോടുകൂടി ക്രമേണ പ്രവർത്തിക്കുക എന്ന് മാത്രമേ നമുക്ക് നടക്കുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തെ സമീപിച്ച് ചെറിയ ഒരു എന്താ പറയാ, നേരിട്ട് എതിർക്കാൻ പോവാതെ തന്നെ ചെറിയൊരു സമയം വേണമെന്ന് പറയാം. അതായത്
എൻ്റെ ഭർത്താവ് എവിടെ പോയി എന്ന് അറിയിച്ചില്ല. അപ്പൊ തീർച്ചയായിട്ടും ആ ഭർത്താവ് മറ്റേ എന്താ പറയാ, ഈ ഭൂമിയിൽ നമ്മളെ വിട്ടുപോയി എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രൻ ജീവിച്ചിരിപ്പില്ല എന്ന് വെക്കുക. എന്നാൽ ഞാൻ അങ്ങയെ ഭർത്താവായിട്ട് സ്വീകരിക്കാം. അതിനുശേഷം മാത്രം എന്നെ പ്രാപിക്കണേ, അതുവരെ എന്നെ ഒഴിച്ചു നിർത്തണേ, എന്നെ ദ്രോഹിക്കരുതേ എന്ന് പോയി പ്രാർത്ഥിക്കൂ എന്ന് ഈ ഗുരുക്കന്മാരുടെ ഉപദേശം അനുസരിച്ച്, ഈ ബൃഹസ്പതിയുടെ ഉപദേശം അനുസരിച്ച് ഇന്ദ്രാണി ദേവി ഈ നഹുഷന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയാണ്. തൽക്കാലം എന്നെ ഉപദ്രവിക്കരുതേ, എൻ്റെ ഭർത്താവ് തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് തീർച്ചയാവട്ടെ. തിരിച്ചു വരില്ല തീർച്ചയായി കഴിഞ്ഞാൽ ഞാൻ തന്നെ അങ്ങയെ സമീപിച്ചു കൊള്ളാം എന്നിങ്ങനെ ഒരു സ്വീകരിക്കുകയാണ്. അങ്ങനെ കുറച്ചു കാലം നിന്നു. ശരി, ഇന്ദ്രനെ തെരഞ്ഞു കണ്ടുപിടിക്കാനുള്ള വഴി നോക്കി. എവിടെ തെരഞ്ഞാലും ഇന്ദ്രനെ കാണാനില്ല. അപ്പൊ എന്തായാലും ഇന്ദ്രന്റെ പാപം, വലിയൊരു പാപം, ബ്രഹ്മഹത്യാ പാപം ഇന്ദ്രന് വന്നു ചേർന്നുണ്ട്. ആ പാപം തീരുന്നത് വരെ ഇന്ദ്രനെ ആർക്കും ലോകത്ത് കാണാൻ സാധിക്കില്ല എന്നുള്ളത് അറിഞ്ഞത് കൂടിയിട്ട് ആ പാപം നശിക്കാൻ എന്താ വേണ്ടത്? എന്നായി. പാപം വന്നാൽ പിന്നെന്താ ചെയ്യുക? അതിനുള്ള പ്രായശ്ചിത്തമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോ ബൃഹസ്പതിയുടെ ഉപദേശപ്രകാരം വലിയ അശ്വമേധയാഗം അവിടെ ആരംഭിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അശ്വമേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പുണ്യകർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യകരമായിട്ടുള്ള കർമ്മമായിട്ടാണ് വേദങ്ങൾ പറയണത്. അങ്ങനെയുള്ള അശ്വമേധം ഇന്ദ്രന്റെ പാപം ശമിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചു. ആ അശ്വമേധം കൊണ്ട് ഇന്ദ്രന്റെ പാപം ക്രമേണ ശമിച്ചു തുടങ്ങിയെന്ന് വെക്കുക. ഇനി എന്താ വേണ്ടത് എന്നാണെങ്കിൽ, യാഗം കൊണ്ട് മാത്രം കാര്യമില്ല. വീണ്ടും ആ മഹാദേവിയുടെ മഹാത്മ്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. മഹാദേവിയുടെ അനുഗ്രഹം ഇല്ലാണ്ട് ഇന്ദ്രനെ നിനക്ക് കാണാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ഉടനെ ഇന്ദ്രാണി ആ മഹാദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വ്രതങ്ങൾ ആരംഭിച്ചു. മഹാദേവിയുടെ ഉപാസന കൊണ്ട് മാത്രമേ മറഞ്ഞിരിക്കുന്ന ഇന്ദ്രനെ കാണാൻ സാധിക്കുള്ളൂ. കാരണം എല്ലാ യവനികകൾക്കും യവനികയായിരിക്കുന്ന മായയാണ് ആ ദേവി. ആ ദേവിയുടെ കടാക്ഷമില്ലാണ്ട് മറഞ്ഞിരിക്കുന്നതൊന്നും തന്നെ നമ്മുടെ മുമ്പിൽ പ്രകാശിക്കില്ല. അതുകൊണ്ട് മഹാദേവിയെ ഉപാസിച്ചുകൊള്ളൂ എന്നുള്ള ബൃഹസ്പതിയുടെ ഉപദേശം പുരസ്കരിച്ചുകൊണ്ട് ഈ ഇന്ദ്രാണി ദേവിയുടെ ഉപാസനം ആരംഭിക്കുകയാണ്. അങ്ങനെ ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇന്ദ്രൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. ഇന്ദ്രനെ സമീപിക്കണം. ആ മഹാദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇന്ദ്രന്റെ സാന്നിധ്യം കിട്ടുന്നു. ഇന്ദ്രൻ പറയാണ്, തൽക്കാലം എനിക്ക് അവിടെ വരാൻ സാധിക്കില്ല. ഈ നഹുഷൻ അവിടെ ഇരിക്കണോടത്തോളം കാലം എനിക്ക് അങ്ങോട്ട് കടക്കാൻ സാധിക്കില്ല, മനസ്സിലാക്കിക്കോളൂ. അതുകൊണ്ട് ആ നഹുഷനെ സംഹരിക്കുന്നതിന് വേണ്ട മാർഗങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. അപ്പൊ ഇനിയിപ്പോ എന്താ വേണ്ടതെന്നാണെങ്കിൽ ഇന്ദ്രൻ തന്നെ ഒരു ഉപായം ഉപദേശിക്കുകയാണ്. എന്താണ് ഉപായം എന്നാണെങ്കിൽ, നഹുഷൻ ദുഷ്ടനാണ്. അപ്പോ ഏതെങ്കിലും ഒരു മുനിയുടെ ശാപം തട്ടിക്കഴിഞ്ഞാൽ അയാള് അസ്തപ്രഭനായി മാറിക്കൊള്ളും. അയാളുടെ തേജസ് നശിക്കണം, അല്ലാണ്ട് എനിക്ക് അങ്ങോട്ട് കടക്കാൻ വയ്യ. അതിന് എന്തേ വേണ്ടു? ഒന്നും ചെയ്യണ്ട, ഒരു കണ്ടീഷൻ വെക്കുക. എന്താ കണ്ടീഷൻ വെക്കേണ്ടത് ആണെങ്കിൽ, അയാളോട് പോയി പറയുക, ഇന്ദ്രനെ എനിക്ക് കാണാൻ സാധിച്ചില്ല. ഞാൻ എല്ലായിടത്തും അലഞ്ഞു, 3 ലോകങ്ങളിലും അന്വേഷിച്ചു, എവിടെയും ഇന്ദ്രൻ ഇല്ല. അതുകൊണ്ട് ഇന്ദ്രൻ തീർന്നിരിക്കണു. ഞാൻ അങ്ങയെ സമീപിക്കാൻ തയ്യാറാണ്. അങ്ങേക്ക് എന്നെ പ്രാപിക്കാം. പക്ഷേ ഒരു വരം ചോദിക്കുകയാണ്. എന്താണ് വരം? അങ്ങ് എന്നെ പ്രാപിക്കാൻ വരണ സമയത്ത് വെറുതെ ഇങ്ങോട്ട് വന്നാൽ പോരാ. അതിലിപ്പോ എന്താ ഒരു കേമത്വം? അതുകൊണ്ട് ആ രാജോചിതമായിരിക്കുന്ന രീതിയിൽ തന്നെ അങ്ങ് വരണം. പല്ലക്കിലേറി തന്നെ വരണം. പല്ലക്കിലേറി വരുമ്പോൾ സാധാരണക്കാർ പല്ലക്കിലേറി വരണ പോലെ വന്നാൽ പോരാ. അതിനിപ്പോ എന്താ പ്രത്യേകത ഉള്ളത്? അപ്പൊ അതുകൊണ്ട് മഹാമുനിമാര് വഹിക്കണ പല്ലക്കില് വഹിച്ചുകൊണ്ട് മുനിമാരെ പല്ലക്ക് വഹിക്കാൻ ചുമതലപ്പെടുത്തണം. അങ്ങനെ മഹാമുനിമാരെ വഹിക്കുന്ന പല്ലക്കിലേറിക്കൊണ്ട് എന്നെ പ്രാപിക്കാൻ വേണ്ടി അങ്ങ് വരണം. ഇതാണ് എൻ്റെ വരം. ഇങ്ങനെ വരികയാണെങ്കിൽ ഞാൻ അങ്ങയെ പ്രാപിക്കാൻ പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് അതിന് തയ്യാറായിക്കൊള്ളാം എന്ന് ഇങ്ങനെ അയാളെ ആ മൂഢനോട് പോയി പ്രാർത്ഥിച്ചുകൊള്ളൂ എന്ന് ഇന്ദ്രൻ ഒരു സൂത്രം ഉപദേശിച്ചു. ആർക്ക്? ഇന്ദ്രാണിക്ക്. വേറെ വഴിയൊന്നുമില്ല. ഇതൊക്കെ വഞ്ചനയുടെ കഥകളാണ്, അല്ലാതെ പറയുകയ്യ. അപ്പൊ ഈ വഞ്ചനകൾ എങ്ങനെയൊക്കെ നടക്കുന്നു ലോകത്ത് എന്നുള്ളതാണ്. ഇപ്പൊ ആരെയാണ് വഞ്ചിക്കണം നിശ്ചയില്ല കേട്ടോ. ഇതിൽ ആരാണ് യോഗ്യൻ അതും നിശ്ചയില്ല. എല്ലാവർക്കും ചില തരത്തിലുള്ള അയോഗ്യതകളുണ്ട്, എന്നാൽ ചില യോഗ്യതകളുണ്ട് എന്നുള്ള അവസ്ഥയാണ്. ആ അവസ്ഥയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ഈ ഇന്ദ്രാണി പോയിട്ട് ഈ നഹുഷനോട് പോയി പറയണു. അത്
അയാള് രസിച്ച് കേൾക്കുന്നു. ശരിയാണല്ലോ, അങ്ങനെ തന്നെ ആവാം തീരുമാനിക്കണു. തന്റെ പല്ലക്ക് വഹിക്കാൻ ഏർപ്പാടാണ്. ആ ദേവലോകത്തിന്റെ അധിപതിയാണ്. അയാൾ എന്നുള്ളതിലേക്ക് ആ പല്ലക്ക് വഹിക്കാൻ തയ്യാറാവുന്നു. പല്ലക്ക് വഹിക്കാൻ തയ്യാറായപ്പോ ഇയാളുടെ അഹങ്കാരത്തിന് കണക്കില്ല. എന്തെന്നില്ലാത്ത അഹങ്കാരം കൊണ്ട് വിജൃംഭിച്ചുകൊണ്ട് ഈ നഹുഷൻ അവരെ ശകാരിക്കണു. പല്ലക്ക് വഹിക്കുന്ന സമയത്ത് അടിക്കണു, ഇടിക്കണു, ദ്രോഹിക്കണു. അങ്ങനെയാണ്. എന്തെന്നില്ലാത്ത അയാളുടെ ഗർവം വർദ്ധിച്ചപ്പോൾ അഗസ്ത്യാദി മുനിമാരാണേ ഈ പല്ലക്ക് വഹിക്കണത്, ആരെങ്കിലും ഒന്നുമല്ല. അഗസ്ത്യൻ അങ്ങോട്ട് ശപിച്ചു. അഗസ്ത്യൻ ശപിച്ചു, നീചനായിട്ടുള്ള നീയ് ഒരു ഉഗ്ര സർപ്പമായി മാറിയിട്ട് ഭൂമിയിലേക്ക് പതിക്കട്ടെ, ദേവലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് പതിക്കട്ടെ എന്നിങ്ങനെ അഗസ്ത്യന്റെ ശാപം ഏറ്റ് ഈ നഹുഷൻ എന്ന് പറയുന്ന ദേവൻ ദേവലോകത്ത് അധിപതിയായിട്ട് വാണിരുന്ന ഈ നഹുഷൻ തന്റെ പദവി നഷ്ടപ്പെട്ട് ഭൂമിയിൽ ഒരു സർപ്പമായിട്ട് പതി കഴിഞ്ഞു. ഇത് ലോകം വീണ്ടും ശാന്തമായി. തന്നെ ബോധ്യപ്പെട്ടു. പ്രായശ്ചിത്ത ഭാവത്തോടുകൂടി അനുഷ്ഠിച്ച് ഇന്ദ്രൻ ശുദ്ധചിത്തനായി അശ്വമേധാദികൾ അനുഷ്ഠിച്ച് ചെയ്ത പാപത്തിൽ നിന്ന് ഇന്ദ്രന് മോചനം കിട്ടി. വീണ്ടും ഇന്ദ്രൻ ദേവലോകത്ത് മടങ്ങി വന്നു. തന്റെ പത്നിയായിരിക്കുന്ന ഇന്ദ്രാണിയോട് ഒപ്പം പുലോമജയോടൊപ്പം സസുഖം വാണു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഥ അവസാനിപ്പിക്കുന്നത്. അവസാനിപ്പിക്കുമ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് അപ്പൊ ഈ കഥയിൽ നിന്ന് അങ്ങ് ഉപദേശിക്കാൻ ഉദ്ദേശിച്ചത് എന്താണ്? അപ്പൊ ഒന്നുമില്ല, കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടത് ഇതില്ല. മഹാമായയ്ക്ക് ഗ്രസ്തന്മാരായിട്ടുള്ളവരെല്ലാവരും തന്നെ കർമാധീനന്മാരാണ് എന്ന് പറഞ്ഞ് ഭഗവാൻ പോലും അങ്ങനെയാണ് എന്നൊരു ആശ്ചര്യം ജനിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ഭഗവാൻ വാസ്തവത്തില് ഞാൻ ആദ്യമേ പറഞ്ഞു, ഭഗവാൻ കർമാധീനനല്ല. ഒരിക്കലും ഭഗവാന് കർമാധീനനാണെങ്കിൽ അദ്ദേഹം ഭഗവാനല്ല. ഇതാണ് അതിന്റെ ശാസ്ത്രം. പക്ഷേ ഒരു കഥയുടെ ഭാഗമായിട്ട് ഭഗവാൻ പോലും കർമാധീനനാണെന്ന് പറഞ്ഞാലേ നമുക്ക് ആ ആശ്ചര്യം ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി പുരാണം അങ്ങനെ വർണ്ണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും രാമാവതാരത്തിൽ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടാണ് വേടന്റെ അസ്ത്രം ഏറ്റ് മരിക്കേണ്ടി വന്നത് എന്നിങ്ങനെ ശ്രീകൃഷ്ണൻ പോലും കർമാധീനനാണ് എന്ന് കാണിച്ചുകൊണ്ട് അങ്ങനെ ആ കർമാനുഗതമായിരിക്കുന്ന മായാമയമായ സംസാരത്തിന്റെ ഗതി ഇങ്ങനെയൊക്കെയാണ്. എത്രത്തോളം യോഗ്യനാണെങ്കിൽ പോലും അവര് സ്വകീയന്മാർക്ക് വേണ്ടി തന്റെ ആളുകൾ ധരിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. ആരെയും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ വയ്യ. കാരണം ദ്വേഷഗ്രസ്തന്മാരല്ലാത്തവര് വളരെ ദുർലഭമാണ്. ചില വിഷയങ്ങളിൽ രാഗമില്ലാത്തവർക്ക് മറ്റു ചില വിഷയങ്ങളിൽ രാഗം ഉണ്ടാവും. ആരുടെ രാഗദ്വേഷങ്ങൾ എപ്പോഴാണ് എവിടെയാണ് പ്രവർത്തിക്കുക നമുക്ക് നിശ്ചയില്ല. അതുകൊണ്ട് അവനവന്റെ ചിത്തം ശുദ്ധമാക്കാൻ വേണ്ടി പരമാവധി പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ ഈ വക പക കൊണ്ടും വൈരാഗ്യം കൊണ്ടും കോപം കൊണ്ടും, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ വൈരാഗ്യമല്ല, മലയാളത്തിലെ വൈരാഗ്യം. മലയാളത്തിലെ വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വേഷം എന്നർത്ഥമാണ്. സംസ്കൃതത്തിലെ വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒഴിഞ്ഞിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ചിത്തത്തിന്റെ അവസ്ഥയ്ക്കാണ് സംസ്കൃതത്തില് ശാസ്ത്രത്തിൽ വൈരാഗ്യം എന്ന് പറയുക. മലയാളത്തിൽ വാശി വൈരാഗ്യം എന്ന് പറയില്ലേ, വാശിയോട് ചേർത്ത് പറയുന്ന വൈരാഗ്യത്തിനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത്തരം കാമക്രോധങ്ങളൊക്കെ ഒഴിഞ്ഞ് ചിത്തത്തെ സംശുദ്ധമാക്കി പകകൾക്ക് ഓരോ പകകളെ ഉള്ളിൽ വെച്ച് ഒരു പക ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തുഷ്ടാവ് അങ്ങനെയാണ് ചെയ്തത്. പക കൊണ്ട് എന്തെന്നില്ലാണ്ട് കലുഷിതമായിട്ടുള്ള ചിത്തം കൊണ്ട് ചിത്തത്തില് ഇല്ലാതെ കണ്ട് ഓരോ പുതിയ പുതിയ മാർഗങ്ങൾ അന്വേഷിച്ചു. ഒരു പുത്രൻ നശിച്ചപ്പോൾ മറ്റൊരു പുത്രനെ സൃഷ്ടിച്ചു. ഇതുകൊണ്ട് ഒന്നും പ്രയോജനമില്ലാന്ന് മനസ്സിലാക്കി അവസാനം അദ്ദേഹം കാട്ടിലേക്ക് തപസ്സിന് പോകേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. കാട്ടിലേക്ക് തപസ്സിന് പോകുക എന്നുള്ളത് ഒരു ദുർഗതിയൊന്നുമല്ല. പക്ഷേ ഈ തപസ്സിന് പോവേണ്ടത് എല്ലാ സംസാരത്തിന്റെ കഷ്ടങ്ങളും മനസ്സിലാക്കി ഗതി കിട്ടാതെ അവസാനം പോവേണ്ടുന്ന ഒന്നല്ല തപസ്. ഈ കഥകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? സംസാരത്തിന്റെ പൊതുവായിട്ടുള്ള ലോകത്തിന്റെ ചിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പറ്റുന്നിടത്തോളം ഇത്തരം ശാന്തമായിട്ടുള്ള മനോഭാവത്തെ ഉള്ളിൽ കൊണ്ടുവന്ന് ശാന്തിയുടെ മാർഗത്തിൽ പ്രവർത്തിക്കണമെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അല്ലാണ്ട് ഈ യുദ്ധത്തിന്റെയും പകയുടെയും കഥകൾ വർണ്ണിക്കുന്നത്
അങ്ങനെ ആവണമെന്ന് കാണിക്കാൻ വേണ്ടിയല്ല, അങ്ങനെ ആവരുതെന്ന് കാണിക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ നമുക്കൊന്നും സംശയമില്ല. അപ്പൊ എന്തായാലും പുരാണ കഥകളെയൊക്കെ എല്ലാം തന്നെ ഈ രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന്റെ അവാന്തരമായിരിക്കുന്ന നൈതികതയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ പൊതുവായിരിക്കുന്നതിന്റെ സ്വഭാവത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയാണെങ്കിൽ മാത്രമേ ആ കഥകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്ന് മാത്രം വീണ്ടും ഒരു തവണ കൂടി എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ മഹാദേവന്റെ പാദപത്മങ്ങളിൽ സമർപ്പിക്കുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം തത്സത്. മഹേശ്വരേട്ടൻ ഇന്നത്തെ ഈ വളരെ മനോഹരമായി മഹേശ്വരേട്ടനും പിന്നെ പിന്നെ പാർവതി നിലവന തന്നെ പ്രാർത്ഥന ചൊല്ലി ഗുരുനാഥന്മാരായ ശ്രീ ഹരിയേട്ടൻ, ശ്രീരാമേട്ടൻ ഇവർക്കും ശ്രോതാക്കളായി വന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കും. അതിലുപരി മുൻ ബാച്ചുകാർ, ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നിന്നുകൊണ്ടുള്ള മുൻ ബാച്ചുകാർക്കാണ് കൂടുതൽ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത്. അവരെപ്പോഴും ഞങ്ങൾക്ക് ഒരു വഴികാട്ടിയായിട്ട് തന്നെയുണ്ട്. അവർക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നാളെ ഇതേ വേദിയിൽ NK സുന്ദരേശൻ 11 മുതൽ 20 വരെയുള്ള അധ്യായങ്ങൾ വിവരിക്കുന്നതായിരിക്കും. അതിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം.